തുടങ്ങണ്ടേ നമുക്കിന്ന്? യെസ്, നമ്മളുടെ റെക്ടാംഗിൾ മാത്ത് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. റെക്ടാംഗിൾ മാത്ത് നമ്മുടെ ചതുര കണക്കുകൾ എന്ന് പറയുന്ന 10ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് അതിന്റെ 3ാമത്തെ ക്ലാസ്സുമാണ്. അപ്പൊ മുന്നത്തെ 2 ക്ലാസ്സുകളിൽ ഉണ്ടാകാതിരുന്ന ആൾക്കാര് ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നു അല്ലേടാ. ഉണ്ടായിരുന്നവർക്ക് അറിയാം, നമ്മൾ വരയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ഹോംവർക്കും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹോംവർക്കിന്റെ കാര്യത്തിലേക്കൊക്കെ ഞാൻ വരാം, ചോദിക്കാം. അതിനു മുന്നേ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് തന്നേക്കട്ടെ കേട്ടോ. ഓക്കെ, യെസ്. ഇന്ന് നമ്മൾ കാൽക്കുലേഷൻ ചതുരക്രിയകൾ എന്ന് പറയുന്ന ആ ഒരു പോർഷൻസ് ആണ് നമ്മൾ ഇന്നലെ തുടങ്ങിയത്. അതായത് ഒരു റെക്ടാംഗിൾ തന്നാൽ, ഒരു ചതുരം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ പരപ്പളവ്, ഏരിയയും ചുറ്റളവ്, പെരിമീറ്ററും കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത്. ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ, ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓർമ്മ പോകാതിരിക്കാനല്ല, പോകാൻ വഴിയില്ല അല്ലെ. എയ്ഡലെ എന്താണ് അവിടെ വലിയൊരു ചിരിയും കളിയും? എന്താണ് വിശേഷം? പറ, നമുക്കിവിടെ ഒന്ന് ചിരിക്കണം. പറ എന്താണ്? എടാ പറയടാ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കേ. ഓക്കെ, യെസ്. അവിടെ എന്തൊക്കെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, നോക്കി. നമ്മുടെ ചതുരത്തിന്റെ നീളവും വീതിയും അതേപോലെ തന്നെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവും പരപ്പളവും ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ. ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാടാ? പെരിമീറ്ററിനെ പറ്റിയാണ് പറയുന്നത് അല്ലേടാ. ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് അല്ലേടാ. ചുറ്റളവ് എങ്ങനെയാ ചുറ്റളവ് കണ്ടുപിടിക്കുന്നേ? നമുക്ക് ഒരാളോട് ചോദിക്കാം. സർ യാഷന പറഞ്ഞോളൂ. ഒരു റെക്ടാംഗിളിന്റെ ചുറ്റളവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? എന്തിനെയാണ് 2h ഇൻറ്റു ചെയ്യേണ്ടതാ? പെരിമീറ്റർ ആണ്. വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടിയിട്ട് ഇൻറ്റു 2 ചെയ്യണം അല്ലേടാ. ഓക്കെ അല്ലേ? ആൻഡ്രിയ ബുക്കൊക്കെ എടുത്ത് റെഡി ആയില്ലേ? എന്താണ് തപ്പിക്കൊണ്ടിരിക്കുന്നേ? ഉഷാറായിട്ടിരിക്ക. നിരഞ്ജോയ് എന്താണ് കിടക്കുന്നേ? നീ എഴുന്നേറ്റിരുന്നേ. എഴുന്നേറ്റിരിക്കടാ. നിരഞ്ജൻ സുമേഷ് അല്ല, അങ്ങനെയല്ലേ അവന്റെ പേര്? എഴുന്നേറ്റിരുന്നേ. കുട്ടപ്പൻ എന്താണ് കിടക്കുന്നേ? എന്ത് പറ്റി? അവന് ഉഷാറില്ലല്ലോ, ഒരു കിടക്കുവാണല്ലോ. നിരഞ്ജൻ കേൾക്കുന്നുണ്ടെങ്കിൽ രാജാന്ന് ഞാൻ പറഞ്ഞ കാര്യം. എന്നാ എഴുന്നേറ്റിരിക്കേ. അതൊക്കെ കേട്ടു, പക്ഷെ എഴുന്നേറ്റിരിക്കൂല. നീ പറഞ്ഞിരുന്നേ. എന്താ പറ്റി? കുട്ടപ്പന് ഒന്ന് അങ്ങോട്ട് ഓപ്ഷൻ കൊടുത്തു സാറിന്. അവൻ എന്താ എഴുന്നേറ്റിരിക്കാതെ? ഹലോ, എന്തു പറ്റി? കിടക്കല്ലേ, ഉഷാറായിട്ട് നിവർന്നിരുന്നേ. പനിയാണ്. ഇന്നലെ ഇങ്ങനെ ഇരുന്നായിരുന്നു. ഉഷാറായിട്ടിരുന്നേടോ. പനിയാണോ? സത്യമാണോ? പനിയാണോ നിരഞ്ജന? അതെ, പനിയാണ്. ഓക്കെ. ഇന്നലെ കിടക്കുമായിരുന്നു പറഞ്ഞേ. ഓക്കെ, ശരി. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ സർ. അപ്പൊ നമുക്ക് നോക്കാമല്ലോ. കാൽക്കുലേഷൻസിൽ നമ്മൾ ഏറ്റവും ആദ്യം പെരിമീറ്ററിന്റെ കാര്യം, ചുറ്റളവിന്റെ കാര്യം പറഞ്ഞു. റെക്ടാംഗിൾ 2 × W + H ആണ്. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നു. അതിനുശേഷം നമ്മൾ ഏരിയ, അതായത് പരപ്പളവിലേക്കാണ് കടന്നത്. അതിനകത്താണെങ്കിൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? A = W × H. നീളവും വീതിയും തമ്മിൽ എന്ത് ചെയ്താൽ മതിയിടാ? ചുമ്മാ എടുത്തിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കിട്ടുന്നു. ഇതും ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആയിരുന്നല്ലോ. ഇത് വെച്ചിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ് അല്ലേ. 3-5 എണ്ണം നമ്മൾ ചെയ്തതായിരുന്നു. എല്ലാത്തിനും നമുക്ക് ഉത്തരവും കിട്ടി. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടന്നത്. 119ാമത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നത്. ഇതിനകത്തെ ആദ്യത്തെ 2 എണ്ണം നമ്മൾ വരച്ചല്ലേ. ആദ്യത്തെ 2 എണ്ണം നമ്മൾ വരച്ചിരുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരുന്നു അല്ലേടാ. 3ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരുന്നു. ചെയ്തോ? ഹോംവർക്ക് ചെയ്തെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ചെയ്തവരൊന്ന് ടാറ്റ തന്നേ. ഹോംവർക്ക് ടാറ്റ പ്ലീസ്. ആദിലക്ഷ്മി ചെയ്തില്ലേ? എന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ ഒന്ന് അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ സാർ. ആദിലക്ഷ്മിക്ക് എന്ത് പറ്റിയാണ് കൂട്ടാ ഹോംവർക്ക് ചെയ്യാതെ വന്നത്? മറന്നു പോയടാ കൊച്ച്. സ്കൂളിലെ ഹോംവർക്ക് ഉണ്ടായിരുന്നു അതാണോ? എന്നാ വേഗം ചെയ്തോ. എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം കേട്ടോ. അപ്പോ ചെയ്തവര് ഇതിന്റെ ആൻസർ ഒന്ന് പറയണോട്ടോ ഞാൻ ചോദിക്കുമ്പോ. ഓക്കെ, ദേവ്ന
റെഡി ആയിട്ടിരിക്കൂ? മുടിയൊക്കെ കെട്ടിവെച്ചോ? ബാ നമുക്ക് ചെയ്യാം. ഓക്കേടാ, നോക്കിക്കേടാ, നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ ഏരിയ എത്രയാടാ? ഏരിയ എത്രയാ തന്നിരിക്കുന്നത്? കൈ കൊണ്ട് കാണിച്ചോ. 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമ്മളുടെ ഇക്വേഷൻ കൂടി നമ്മൾ കൂടെ എഴുതണം. W into H is equal to 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തതാണ് എന്ത്? നമ്മുടെ പെരിമീറ്റർ 26 സെന്റിമീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ. P is equal to 2 into W plus H ആണ് നമ്മളുടെ 26 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പെരിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇനി മൊത്തം പരിപാടിയും ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലേടാ? യെസ്. ഇനി ചെയ്തവരൊന്ന് ടാറ്റ തന്നേടാ, ചെയ്തവരൊന്ന് ടാറ്റ തന്നേ. ഒരാളൊന്ന് വിളിച്ചോ സാറേ, ടാറ്റക്കാരിൽ നിന്ന് ഒരാളെ വിളിച്ചോ. നിസൽ മോനേടാ, നമുക്ക് 2 into W plus H. അവരെന്താ നെഞ്ചത്തൊക്കെ ഇട്ടടിക്കുന്നേ? എടാ എന്താ നിസൽ ചെയ്തില്ലേ? നീ ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്ക് ചെയ്തോന്ന്? ചെയ്തില്ല. അവൻ ടാറ്റ തന്നില്ലേ ഇപ്പൊ? പിന്നെ നീ എന്തിനാ ടാറ്റ തന്നേ? പോണ്ടാന്ന് പറഞ്ഞപ്പോ ടാറ്റ ആയി പോയതാണ്. എന്താ ഹോംവർക്ക് ചെയ്യാഞ്ഞേ? മദ്രസയിൽ എഴുതാനുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് പഠിക്കണ്ടേ? വേഗം പറഞ്ഞേ. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മിസ്സില്? ഉണ്ടായിരുന്നു. അപ്പൊ പറയണം. നോക്കിക്കേ, W plus H നെ നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് 2 അപ്പുറത്തോട്ട് കൊണ്ടുപോവാണെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാ മോനെ? 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കും? into 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ എന്താകും നമ്മൾ ഇന്നലെ പറഞ്ഞേ? കേക്കണില്ലല്ലോ, ഉറക്കെ പറ. അത് മാത്രം കേൾക്കണില്ല. എന്താണ്? ഇടയ്ക്ക് ഒന്ന് മുന്നോട്ട് കയറിയെന്ന് പറഞ്ഞേ. ഡിവിഷൻ. ഡിവിഷൻ അതിനിടയിൽ കട്ടായി. ഓക്കെ, ഡിവിഷൻ ആകുന്നു. W plus H is equal to 26 divided by 2. മ്യൂട്ട് ചെയ്തോ. ഹോംവർക്ക് ചെയ്തോണ്ട് വരണോട്ടോ എല്ലാ ദിവസവും, കേട്ടോ? ഇത് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് മതിയായിരുന്നല്ലോ. ഓക്കെ, അടുത്ത വിളിക്കാം സാർ നമുക്ക്. എൻട്രിക് എവിടെ? എൻട്രിക്കും ഇന്നും പേര് മാറ്റിയില്ലല്ലോ. ഇന്ന് മാലോഗ് ആന്റണി ആയിട്ടാണോ വന്നിരിക്കുന്നേ? ഹലോ, എടാ എന്താടാ പേര് മാറ്റാതെ വരുന്ന എല്ലാ ദിവസവും? അതുകൊണ്ട് പേര് മാറ്റാൻ അറിഞ്ഞൂടോ? നമ്മുടെ 26 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോ എത്ര കിട്ടിയ ആൻസർ? 26 ഡിവൈഡ് ബൈ 2. ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്ക് ചെയ്തു. അപ്പൊ ഉടായിപ്പിറക്കല്ലേ ആൻഡ്രിയോ? 26 പകുതി ദിവസമാക്കി 26/2 ചെയ്തേ. അതെ, ബാക്കി ഞാൻ പറയാം. 26/2 ചെയ്തേ, വേഗാവട്ടെ. എന്നിട്ട് ഇന്നലെ ഡൗട്ട് ചോദിക്കുന്ന സമയത്തൊന്നും ആൻഡ്രിയെ കണ്ടില്ല ഇവിടെ, മനസ്സിലായില്ലെങ്കിൽ. ആരുടെയാണ് ആവശ്യം? ഒന്ന് പ്രശ്നമാവും. പകുതി ആൾക്കാരും ചെയ്തിട്ടില്ല അല്ലേ സർ? ഇന്നലത്തെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലല്ലോ. വേഗം കണ്ടുപിടിച്ച് പറഞ്ഞേ ആൻഡ്രിയ. എല്ലാവരോടും ഞാൻ ചോദിക്കും കേട്ടോ, വേഗം നോക്കി വെച്ചോ. എല്ലാവരോടും ഞാൻ ചോദിക്കും. ചെയ്യാത്തവർ ഇപ്പൊ വേഗം ചെയ്തു. ഹഷീമ 54. പാർവതി CP ചെയ്തോടോ? എന്നായിരുന്നു ചെയ്യൂ? ചെയ്തില്ലെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നോ? എല്ലാവരോടും കൂടി ഉണ്ടോ? വേഗം ചെയ്തോ ചെയ്യാത്തവരുണ്ടെങ്കിൽ. എല്ലാം ചെയ്തിട്ട് വരുന്നതാണല്ലോ നോർമലി എല്ലാവരും. ഇപ്പൊ എന്തായി? വെക്കേഷൻ കഴിഞ്ഞൊന്ന് കുഴപ്പമായ? നിവിൻ ചെയ്താ? നിവിൻ കൃഷ്ണ ഒറ്റ ആളും ചെയ്തിട്ടില്ല.
എടാ ചെയ്യാത്തവരൊക്കെ എഴുന്നേറ്റുന്നേ, എല്ലാവരും എഴുന്നേറ്റോ, ഓൾ സ്റ്റാൻഡ് അപ്പ്. ചെയ്യാത്തവര് എഴുന്നേറ്റോ കേട്ടോ, ചെയ്തവര് കുറച്ച് ആൾക്കാരുണ്ട്. ചെയ്യാത്തവരെ എഴുന്നേറ്റുന്നത് വേഗം ചെയ്തേ, ചെയ്യാത്തവരെ എഴുന്നേറ്റുന്ന വേഗം ഒന്ന് ചെയ്തേ എല്ലാവരും കേട്ടോ. ചെയ്യാത്തവര് എഴുന്നേറ്റ് നിന്ന് ചെയ്യുക. എടാ ഏത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് ഉത്തരം കിട്ടിയാൽ മതിയടാ. സാർ ആളെ ഒന്ന് വിളിച്ചേ. അമാനുൾ, അമാനുൾ കമ്പ്യൂട്ട് ചെയ്തേ. എഴുന്നേറ്റ് വേഗം കംപ്ലീറ്റ് ചെയ്യട്ടോ. എടാ ആൻസർ എത്ര കിട്ടിയടോ? സ്കൂളിൽ ഇത്ര ആൻസർ കിട്ടിയത്, അതാണ് ഞാൻ ചോദിച്ചത്. 26. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതല്ലേ, ഞാൻ ചോദിച്ചത് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാ കിട്ടിയത്, ആൻസർ എത്രയാവും? മിണ്ടണില്ലവൻ. അമാനുൾ എടാ സ്കൂളിൽ ചെയ്തു എന്നല്ലേ പറഞ്ഞേ, എത്രയാ ആൻസർ കിട്ടിയത് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ? നമുക്കിവിടെ ഡബ്ല്യുവിന്റെ ആൻസറും ഹൈറ്റും, അതായത് 2 വശങ്ങളുടെ നീളമല്ലേ കണ്ടുപിടിക്കണ്ടേ? അത് കിട്ടിയോ? സ്കൂളിൽ കിട്ടിയെന്ന് പറഞ്ഞു. എടാ ഏത് ചെയ്താലും ആൻസർ ഒന്നാടോ. ആൻസർ എത്ര കിട്ടിയെന്ന് പറ, നീ കറക്റ്റ് ആണോ നോക്കാനോ? ഏത് ലെങ്ത്തും ബ്രെഡ്ത്തോ? 26. ഓക്കെ, എന്താണെങ്കിലും എത്ര കിട്ടിയേക്കുന്നേ? 12ഉം 1. നീ ആ മെത്തേഡിൽ ഹോംവർക്ക് ചെയ്തോ? ഇല്ല. അതെന്താ ഹോംവർക്ക് ചെയ്യാഞ്ഞേ? മെത്തേഡ് ഏതാണെങ്കിലും ചെയ്യണ്ടേ? അവിടെ ഇരുന്നേ, എല്ലാവരും അവിടെ ഇരുന്നേ, എല്ലാവരും അവിടെ ഇരുന്നേ. ഇന്നിപ്പോ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന ആൾക്കാരെ ഒന്നും ഞാൻ ഇന്നലെ ഡൗട്ട് സെഷനിൽ കണ്ടില്ല അല്ലേ സർ? കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഇന്നലെ, ഒരു 3-4 പേര്. 3-4 പേര് മാത്രമേ അത് ചോദിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ന് മനസ്സിലായില്ല, അത് ചെയ്തില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കുറച്ച് ആൾക്കാർ അത് മറന്നേ പോയി അല്ലേ? ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധിച്ചോ? സാമുവലേ നോക്കിക്കോ, സാമുവലെ ഞാൻ ഇന്നലെ കണ്ടില്ല ഇവിടെ. പ്രശ്നം ഉണ്ടാക്കുവാണല്ലേ, വേഗം നോക്കിക്കൂടെ. എല്ലാവരും ഇരുന്നോട്ടോ, എല്ലാവരും ഇരുന്നോ, ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നേ? ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്, അതേപോലെ തന്നെ പെരിമീറ്റർ 26 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എബിലല്ലേ സാർ അത്? ഓക്കെ, എബിലിൽ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നു, ചോദിച്ചില്ലല്ലോ. ഓക്കെ, നോക്ക്, 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിരുന്നു എന്ത് നമ്മളുടെ ഏരിയ തന്നേക്കുന്നത്. പെരിമീറ്റർ എത്രയാണ് തന്നേക്കുന്നത്? 26 സെന്റിമീറ്റർ. ഉടനെ തന്നെ നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങി. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into W plus H ഈസ് ഈക്വൽ ടു 26 എഴുതാൻ പറ്റിയോ? ഇത്ര വരെയും എഴുതാൻ പറ്റിയോ? ഇത്ര വരെ എഴുതാൻ പറ്റണം. വേഗം എഴുതിക്കോ. ആൻഡ്രിയോടെ നമുക്ക് ഉദീനത്തിൽ കളിക്കണോ? എഴുതി കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? വേഗം ആവട്ടെ എന്നോ. 26 സെന്റിമീറ്റർ. ഇനി നോക്ക്, അടുത്ത പരിപാടി നോക്ക്. 2 into W plus H ആണ് നമുക്ക് 26 കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണോടാ? W plus H കണ്ടുപിടിക്കാനായിട്ട് into 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ, ഇന്ന് പുതിയതായിട്ട് പറഞ്ഞല്ലോ അല്ലല്ലോ? ഓക്കെ, 2നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ 26 ഡിവൈഡ് ബൈ 2 ആൻസർ എത്ര കിട്ടൂടാ? 26ന്റെ പകുതി. ആൻഡ്രി എത്ര കിട്ടി? പകുതി കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ പോയിട്ട് കിട്ടിയോ? പറഞ്ഞോ. 13. ഓക്കെ, യെസ്, മ്യൂട്ട് ചെയ്തോ. അപ്പൊ W plus H 13 ആണെന്ന് പറഞ്ഞു. W into H എത്രയാടാ? W into H ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? W into H എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്ക്, എത്രയാണ്? 12 സെന്റിമീറ്റർ. കണ്ടോ? W into H 12 സെന്റിമീറ്റർ കിടക്കണുണ്ടോ? ഓക്കെ ആണോ? 12 കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ്? ഏതെങ്കിലും 2 സംഖ്യകൾ നമുക്ക് വേണം. അവരെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 13 കിട്ടണം. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, പിടികിട്ടിയോ? ഇത്രയും വരെ ഓക്കെ ആണോ? പിടികിട്ടാതിരുന്ന ആൾക്കാർക്ക് ഓക്കെ ആണോ സാർ? അടുത്തടുത്ത പേജുകൾ ഒന്ന് കാണിക്കാവോ? അടുത്തടുത്ത പേജുകള്. ഓക്കെ, സാമുവൽ എന്ന് വിളിച്ചേ സാർ. സാമുവലിനെ സാമുവലേ
ഇന്നലെ എന്താ ചോദിക്കാറുന്ന നീ? അപ്പൊ അതിന്റെ മുന്നേ ഈ സ്ക്രീൻ വെറുതെ ഇങ്ങനെ ഹാങ് ആയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹോംവർക്ക്. വേഗം ചെയ്തു തന്നോ? മെത്തേഡൊക്കെ മനസ്സിലായില്ലേ? എന്നാ വേഗം ചെയ്തു. അപ്പൊ W + H 13 W × H 12 ആണ്. അപ്പൊ ഒന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 12 കിട്ടണം. അതിന് നമ്മൾ ഇന്നലെ ഒരു ടെക്നിക്ക് പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു ആ ടെക്നിക്ക്? ഏതൊക്കെ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ ആ 12 കിട്ടാൻ നോക്കാം. ശ്രദ്ധിച്ചേ, 12 × 1 ചെയ്താൽ 12 കിട്ടും. ബാക്കിയുള്ള പേയേഴ്സ് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ ഇന്നലെ പറഞ്ഞതാ. വിളിക്കാം. ആൻഡ്രിയ. യെസ്, മോനെ പറഞ്ഞേടോ. ഇനി ഏതൊക്കെ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടും? 12 × 1 കഴിഞ്ഞു. ഇനി ഏതോ നമ്മുടെ ടേബിളില് പറഞ്ഞോ. 6 × 6 12 ആണോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിപ്പിക്കണോ? അപ്പൊ 6 × 2. അതുകൊണ്ട് ജസ്റ്റ് മിസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അടുത്ത വിളിക്കാം സർ. ഋതിക. ഹൃതിക. മോനെ പറയണോ. അടുത്തൊരു പേരും കൂടി ഉണ്ടല്ലോ നമുക്ക് 12 കിട്ടാനുള്ള വഴി. ദേവപ്രസാദേ, ബുക്ക് കടിച്ച് തിന്നണ നീ. എഴുതണം. ഹൃതികയ്ക്ക് അറിയാമോ 12 കിട്ടാൻ? ഹൃതിക കേൾക്കുന്നില്ലേ? എന്നാ മ്യൂട്ട് ചെയ്യൂ. ഇവിടെ വിളിക്കുമ്പോ അവിടെയാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഹൃതിക? പറഞ്ഞേ, 12 കിട്ടാനുള്ള മറ്റൊരു വഴി ഏതോ? ഇനി ഏതൊക്കെ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടും? 4 × 3. ഓക്കെ, 4 × 3 = 12. ഇനി നമ്മള് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷന്റെ പരിപാടി ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ്? അഡീഷൻ ആണ് നോക്കണ്ടേ കേട്ടോ. ഇതിനകത്ത് ഏത് പേയേഴ്സിനെ തമ്മിൽ കൂട്ടിയാലാണ് 13 കിട്ടുന്നത്? 13 കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നേടാ? ഇതിനകത്ത് ഏത് പേര് എടുത്തു കഴിഞ്ഞാൽ കിട്ടും 13? 4 3 കൂട്ടിയാൽ 7 അല്ലേ? 4 3 എടുക്കാൻ പറ്റുമോ? അപ്പൊ ഇല്ല. 4 3 കൂടി കൂട്ടിയാൽ നമുക്ക് 7 കിട്ടത്തുള്ളൂ. ഇനി അതിന്റെ പൊക്കത്ത് 6 2 ആണെങ്കിലോടാ അത് 8 അല്ലേ വരുന്നേ? അപ്പൊ അതും കിട്ടൂലല്ലോ. പിടികിട്ടി. അപ്പൊ അത് ഏത് ആൻസർ വരേണ്ടത്? ഏതാണോ? ഋതു ഒന്ന് പറയാമോ? ആൻസർ ഏതാ വരണ്ടേ? നമ്പേഴ്സ് ഏതൊക്കെയാ വരണ്ടേ? അപ്പോ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ് അപ്പൊ വരേണ്ടത് നമ്മുടെ? ഹലോ ഋതു. ഏറ്റവും ആദ്യത്തെ, യെസ്, ഗുഡ് ഈവനിങ്. ഏറ്റവും ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആരൊക്കെയാണോ? 12 × 1, അതായത് 12ഉം 1ഉമാണ് നമ്മുടെ നമ്പേഴ്സ് നമുക്ക് എന്ത് ആദ്യം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കാരണം എന്താ? 12നെയും 1നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടോ? കിട്ടുമെങ്കിലും ഇത് ആറ്റാന്നേ. 12 × 1 12 അല്ലേ? സോറി, അത് തന്നെ 12 അല്ലേ? ഇനി 12 + 1 ആണെങ്കിലോ? കൂട്ടിക്കഴിഞ്ഞാലോ 13 കിട്ടൂലേ? ഇപ്പൊ നമ്മുടെ പരിപാടി ക്ലിയർ ആയോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, ശരി. ഇനി വേറെ മെത്തേഡ് സ്കൂളിൽ എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏത് മെത്തേഡ് ആണെന്നൊന്ന് പറയാമോ? ആരാണ് വേറെ മെത്തേഡ് എടുത്തു കുറച്ച് ആൾക്കാർ പറയണ്ടായാലോ? ആരാണ്? ഹാഷിം. എടാ മോനൊന്ന് പറഞ്ഞേടാ, ഏത് രീതിയിലാണ് നിങ്ങൾ കണ്ടുപിടിച്ചേ? അത് നമ്മൾ നേരത്തെ വിളിച്ചാലേ ഹാഷിം? അല്ല അല്ലെ, വിളിച്ചില്ല. മോനെ അൺമ്യൂട്ട് ചെയ്തു, പറയോടാ. ഏത് മെത്തേഡിലാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്തേടാ? ഏരിയ കണ്ടുപിടിച്ചു. പിന്നോ? എന്താണ്? ഏരിയ കണ്ടുപിടിച്ചിട്ടാ പറഞ്ഞോ? ഏരിയ നമുക്ക് ഓൾറെഡി ടെക്സ്റ്റില് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? അതിന്റെ ആൻസർ അത് 26 + 26 12 + 12 കൂട്ടിയപ്പോ ആൻസർ കിട്ടില്ല. 26 + 26 ചെയ്തോ? പിന്നെ 12 + 12. അപ്പൊ 26 + 26 ചെയ്തു.
12 പ്ലസ് 12 ചെയ്തു. ആ അപ്പൊ നമുക്ക് ആദ്യത്തേൽ നമുക്ക് എത്ര കിട്ടി? 52 എന്ന് കിട്ടി. അടുത്തതിൽ നമുക്ക് 24 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? 52 തമ്മിൽ കൂട്ടിയോ? 52 24 തമ്മിൽ കൂട്ടിയോ? ഓക്കെ 52 24 തമ്മിൽ കൂട്ടി. നിങ്ങളുടെ മെത്തേഡ് നോക്കട്ടെ കേട്ടോ. അപ്പൊ 76 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? 76 ആണോ ആൻസർ? 76 ആണ് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നേ. നോട്ട് നോക്കി പറഞ്ഞേ. നോട്ട് നോക്കിട്ട് തന്നെയാണോ പറഞ്ഞത്? സ്കൂളിലെ നോട്ട് നോക്കിയിട്ട് 76 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ രണ്ട് വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണ്ടേടാ. ഇവിടെ ഒരു വശമല്ലേ വരുന്നുള്ളൂ. 76 ആണെങ്കിലും 76 അല്ല വരുന്നേ. 76 അടിയില് മോളിൽ 76. അപ്പൊ 12 ഈ സൈഡില് ഹൈറ്റ്, അപ്പത്തെ സൈഡില് ഹൈറ്റ് 12. നമ്മുടെ ആൻസർ എത്രയാ വന്നേക്കുന്നേ? ഫൈനൽ ആൻസർ എത്ര കിട്ടിയ നിങ്ങക്ക്? എന്താ പറയാ, മറ്റേ പറഞ്ഞ മുഖ്യമന്ത്രി ആചരിക്കണം. അതുപോലെ ലാസ്റ്റ് 26 ഉള്ളൂ. ഓക്കെ മ്യൂട്ട് ചെയ്തോടോ പോലെ. എന്തായാലും 26 അല്ലടാ അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ യെസ്. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടോ. വേറെ സ്കൂളിന് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ടാറ്റ ഒന്നേടോ. വേറെ ഏതെങ്കിലും ഉണ്ട്? ഹനൂന് ടാറ്റ തരുന്നുണ്ട്. വേറെ എന്തോ പറയുന്നുണ്ട്. മ്യൂട്ട് ചെയ്തോടോ. ആണോ? ശരി. നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാര് വേറെ വേറെ മെത്തേഡ്. ഹനുവിന്റെ വേറെ മെത്തേഡ് ആണോ? ആശം പറഞ്ഞ സെയിം ആണോ? ഇവിടെ ഹനുവിന് പോയോ? സെയിം ആണ്. അപ്പൊ പറയണ്ട. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതി നൗഹറോ? നൗഹർ എന്ന് പറഞ്ഞേ. ഹലോ പറഞ്ഞോ. നിങ്ങളുടെ മെത്തേഡ് എന്താ? സ്കൂളിൽ നോട്ട് വേഗം എടുത്തിട്ടോ. ഓക്കെ ശരി. ഓക്കെ അപ്പൊ 12 1 ആണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ നമുക്ക് സ്കൂളിൽ പഠിച്ച മെത്തേഡ് ഓക്കെ ആണ്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇതേപോലെ 12ന്റെ പെയേഴ്സ് എടുത്ത് നോക്കാം. 12ന്റെ പെയേഴ്സ് എടുത്തപ്പോഴാണ് നമുക്ക് 12 × 1 12 ആണ്, 4 × 3 12 ആണ്, 6 × 2 12 ആണ്. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടും നോക്കിയാ പോരെ. അപ്പോ 12 1 കിട്ടി നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഇനിയിപ്പോ സ്കൂളിൽ പഠിച്ച മെത്തേഡ് ആണ് ഓക്കെ എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തോളൂ. എന്താണെങ്കിലും നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടണം. പിടികിട്ടിയോ? മാത്സ് ആണ്, പല മെത്തേഡിൽ ചെയ്യാം. അപ്പൊ ഉത്തരം നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കിട്ടണം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? യെസ്. അപ്പോ അതേപോലെ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ മറ്റൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തര് വാഷ്റൂമിൽ പോണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. എന്താണ്? ഓക്കെ അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ട് വേണം പോകാനായിട്ട്, ചോദിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയക്കണ്ട. ഓക്കെ ഒരാൾ ഒരു സമയത്ത് കൊടുക്കത്തുള്ളൂ. ഓക്കെ ബ്രേക്ക് ടൈം വരുന്നുണ്ടല്ലോ അപ്പൊ പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വന്നിരിക്കാനായിട്ട്. കുറച്ചധികം മെസ്സേജുകൾ കൂടുന്നുണ്ടല്ലേ സാർ അതിനെ പറ്റി. ഓക്കെ അപ്പൊ അത് വേണ്ട. ഓക്കെ പിന്നെ അതേപോലെ തന്നെ മുഹമ്മദ് ഹനാനും നിവിൻ കൃഷ്ണ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മുഹമ്മദ് ഹനാൻ ആൻഡ് നിവിൻ കൃഷ്ണ. ആദ്യം നിവിൻ കൃഷ്ണക്കല്ലേ ഇപ്പൊ അൺമ്യൂട്ട് ഓപ്ഷൻ പോയിക്കണേ. രണ്ടുപേരും. ഹനാൻ ഒറ്റ മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. നിവിൻ കൃഷ്ണ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എഴുതി എല്ലാവരും. 12 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ എങ്ങനെയാ വന്നേന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് ടാറ്റ വന്നേ. എനിക്കത്ര ഓക്കെ ആയില്ല. നിങ്ങക്ക് ശരി.
ഓക്കേടാ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. 13ഉം 12ഉം ആണ് എന്ത് ആഡ് ചെയ്യുമ്പോ 13ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 12ഉം കിട്ടേണ്ട രണ്ട് സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൾക്കാർ എടുത്തു നോക്കി. 12 × 1 ചെയ്താൽ 12 കിട്ടും, 4 × 3 ചെയ്താൽ 12 കിട്ടും, 6 × 2 ചെയ്താൽ 12 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തടാ, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഓരോ നമ്പേഴ്സ് എടുത്ത് നോക്കി. ശ്രദ്ധിക്കാട്ടെ, ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ അല്ല എന്ന് പറഞ്ഞ ആൾക്കാര് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഓരോ നമ്പേഴ്സും എടുത്തെടുത്ത് നോക്കണം. നമ്മളിപ്പോ 6ഉം 2ഉം എടുക്കുവാണ്. 6ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. പക്ഷെ കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടോടോ? 6 + 2 8 അല്ലേ? അപ്പൊ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ നമ്പേഴ്സ് ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത് 4ഉം 3ഉം എടുക്കാം. 4ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. പക്ഷെ കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടോ? സോറി, കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടോ? ഇല്ല, കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് നോക്കടാ, 12ഉം 1ഉം ആണ് അടുത്തത് വരുന്നത്. 12 × 1 ചെയ്താൽ 12 കിട്ടും. 12 + 1 ചെയ്താൽ 13 കിട്ടുകയും ചെയ്യും. നമ്മളുടെ കണ്ടീഷൻ ഓക്കെ ആയില്ലേ? നമ്മളോട് അതല്ലേ പറഞ്ഞിരുന്നേ, കൂട്ടുമ്പോൾ 13 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടണം. അതാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അത് ഈ ഒരു കേസിൽ, ഫസ്റ്റത്തെ കേസിൽ ഓക്കെ ആണ്. അതുകൊണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ വരേണ്ടത്? 12ഉം 1ഉം ആണ് നമ്മളുടെ നമ്പർ വരേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? ഇനി ഡൗട്ടുള്ള ആൾക്കാർ ലാസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തതില് ഇതേ സെയിം കാര്യം തന്നെയാണ് വീണ്ടും ചെയ്യാനുള്ളത്. ഓക്കെ, വേഗം തുടങ്ങിക്കോ, വേഗം തുടങ്ങിക്കോട്ടോ. ഏരിയ നമുക്ക് തന്നേക്കുന്നത് എത്രയാടാ? ഏരിയ വിളിക്കാം സാർ, എടുത്താളെ. സ്റ്റെഫാനിയ പറഞ്ഞേടാ. സ്റ്റെഫാനിയ എഴുന്നേറ്റിരുന്ന് എഴുതിയടോ. കിടന്നുകൊണ്ട് എഴുതല്ലേ? കിടന്ന് ദേഷ്യമായി. സ്റ്റെഫാനിയ, അവിടുത്തെ ഏരിയ എത്രയോ? അൺമ്യൂട്ട് ചെയ്യൂ സ്റ്റെഫാനിയ. ഹലോ, അൺമ്യൂട്ട് ചെയ്യടോ. അടുത്ത വിളിക്കും സർ. സ്വാതികയില്ലേ? സ്വാതിക പറഞ്ഞോടെ, ഇവിടുത്തെ ഏരിയ എത്രയാണോ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏരിയ അൺമ്യൂട്ട് ചെയ്ത് പറയണം. അൺമ്യൂട്ട് ചെയ്ത് പറ. സ്വാതിക അൺമ്യൂട്ട്. എന്താണ് സാർ അൺമ്യൂട്ട് ഓപ്ഷൻ? അടിച്ചു പോയ എല്ലാവരുടെയും. അടുത്ത വിളിക്കും സർ. ദേവപ്രസാദ് വെള്ളം കൂടിയായി. പറഞ്ഞേ, നമ്മുടെ ഇവിടുത്തെ ഏരിയ എത്രയാ? 5. മിടുക്കൻ. നമ്മുടെ പെരിമീറ്ററോ? 12. ഓക്കേടാ, മിടുക്കൻ. യെസ്. അപ്പൊ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ അതിന്റെ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതി വെക്കാം. W × H ആണ് 5 കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ സൈഡിലോട്ട് മാറ്റി എഴുതണം കേട്ടോ. W × H, അതായത് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടണം. ശ്രദ്ധിച്ച് ചെയ്യട്ടെ എല്ലാവരും. മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടണം. ഇനി അടുത്തത് എഴുതിക്കോ, പെരിമീറ്ററിന്റെ ഇക്വേഷൻ. അടുത്തൊരാളെ വിളിക്കാം സർ, പെരിമീറ്ററിന്റെ ഇക്വേഷൻ പറയാൻ. ശ്രീഹരി മോനെ പറഞ്ഞേടാ, പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? ശ്രീഹരി ലാൽ പറഞ്ഞു പെരിമീറ്ററിന്റെ ഇക്വേഷൻ. മിടുക്കൻ, സൂപ്പർ. യെസ്, 2 × W + H ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടണം. അതാണ് നമ്മളുടെ ഇവിടത്തെ ശരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അത് മാത്രമേ അത് സോൾവ് ചെയ്യാനുള്ളൂ. ഓക്കെ, വേഗം ചെയ്തോ. 2 × W + H ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടത്, അതായത് പെരിമീറ്ററിന്റെ ഉത്തരം കിട്ടേണ്ടത് എത്രയാടാ? 12 ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ, 12 ആണ് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ W + H ന്റെ മാത്രം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഈ ഇൻറ്റു 2വിനെ അപ്പുറത്തോട്ട് കൊണ്ടോ, അല്ലേടാ? ഇൻറ്റു 2വിനെ അപ്പുറത്തോട്ട് കൊണ്ടോ, അല്ലെ? അപ്പൊ എന്ത് വ്യത്യാസം ഉണ്ടാവും? നമുക്ക് ദേ ഹനാനെ തന്നെ വിളിക്കാം സാർ. ഹനാനാണോ മെസ്സേജ് അയച്ചേക്കണേ? യെസ്, വിളിച്ചോ. ഹനാനല്ലേ അത്? ഓക്കെ, ഹനാനെ ചോദിച്ചോ, എന്ത് പറ്റി മോനെ? എന്താണ്? വരയ്ക്കണില്ലേ? ഒറ്റ മിനിറ്റ്, അടുത്തോട് കഴിഞ്ഞിട്ട് ഒന്നിച്ച് വരയ്ക്കാന്ന് വെച്ചിട്ടാ. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നടാ മോനെ ശരിക്കും. ഓക്കെ, വരയ്ക്കണല്ലേന്നായിരുന്നു എന്റെ ഡൗട്ട്. ശരി, നമുക്ക് അടുത്ത് കഴിഞ്ഞത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് അത് വരയ്ക്കുന്നില്ല. അത് ഓൾറെഡി നമുക്ക് വരച്ചാൽ മതി. ഇനി അടുത്തോട്ടാ വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നോക്കിയടാ, 2വിനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവും നമ്മൾ പറഞ്ഞേക്കുന്നേ? ഇൻറ്റു അപ്പുറത്തോട്ട് പോയാൽ എന്താകും? എല്ലാവരും കൈ കൊണ്ട് കാണിച്ച പരിപാടി. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ എന്താകണം?
ഡിവിഷൻ ആകണം, അല്ലെങ്കിൽ ബൈ ഡിവിഷൻ ഡിവൈഡ് ചെയ്യണം, ഹരണം ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, വിളിക്കാം സാർ നമുക്കപ്പോ. ഇയോൺ, ഇയോൺ പറഞ്ഞോളൂ, എന്തിനെ എന്ത് വെച്ചിട്ടാ മോനെ ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടെ? ഹലോ, അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നില്ലേ? പറഞ്ഞോ, എന്തിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഓ 6, അതെങ്ങനെ കിട്ടിയേ? ഡിവൈഡ് ചെയ്തപ്പോ എന്തിനെ എന്ത് വെച്ചിട്ടാ ഡിവൈഡ് ചെയ്തെന്ന് പറയടോ. 2 വെച്ചിട്ട്. എന്തിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു? പറ പറ പറ. ഓടോ എടാ, ഓൾറെഡി ഇവിടെ 12 ഇല്ലേ? 2 ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ എന്ത് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേ? 12ഉം 2ഉം വെച്ചിട്ടല്ലേ ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോഴല്ലേ നിനക്ക് 6 കിട്ടിയത്. ആരോടാ? എഴുത് എഴുത് എഴുത്. 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 12/2 ആണ് ചെയ്യേണ്ടത് കേട്ടോ, തിരിച്ചു ചെയ്ത് വെക്കരുത്. 2 ആണ് അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പോ 12 ഡിവൈഡഡ് ബൈ 2 6 എന്ന് കിട്ടും. നമ്മുടെ പരിപാടി കിട്ടിക്കഴിഞ്ഞു. 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടണം. ശ്രദ്ധിച്ചു നോക്കിയിട്ട് വേഗം ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. അതായത് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടണം, കൂട്ടിക്കഴിയുമ്പോൾ 6 കിട്ടണം. ഇത് സിമ്പിൾ ആണ് ആക്ച്വലി ചെയ്യാനായിട്ട്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആദ്യം നോക്കാം. 5 കിട്ടാനായിട്ട് നമുക്ക് ആകെ ഒരു മാർഗ്ഗമല്ലേ ഉള്ളൂ. 5 കിട്ടാൻ ഏതൊക്കെ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 5 കിട്ടും? ആരാണത് പറയുന്നത് നോക്കാം സാർ. 5 കിട്ടാൻ ശ്രദ്ധ പറഞ്ഞേടോ. നമ്മളുടെ ഈ ഒരു നമ്പർ സിസ്റ്റത്തിലെ 5 കിട്ടാനായിട്ട് ആകെ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലേ പറ്റത്തുള്ളൂ. ഓ ആരൊക്കെയാണോ? 5 into 1. യെസ്, വെരി ഗുഡ് മിടുക്കി. 5 into 1 ചെയ്താൽ മാത്രമേ നമുക്ക് 5 കിട്ടുള്ളൂ, അല്ലാതെ വേറെ പറ്റത്തില്ല. നാച്ചുറൽ നമ്പേഴ്സിൽ വേറെ പറ്റത്തില്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, 5ഉം 1ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ 5 കിട്ടും. 5 ഒന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലോ എത്ര കിട്ടും? 5 ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 6 കിട്ടൂലേ? നമ്മുടെ പ്രശ്നം സോൾവ് ആയില്ലേ? അത്രയുള്ളൂ കാര്യം. ഓക്കെ, 5ഉം 1ഉം ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, 5ഉം 1ഉം ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. വലിയ സ്റ്റെപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ സ്കൂളിലുള്ളതേ പറ്റുന്നുള്ളൂ എങ്കിൽ അത് പഠിക്കാം. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ഉത്തരം കറക്റ്റ് കിട്ടിയാൽ മതി. ഓക്കെ, ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് മാത്സിൽ വാശി പിടിക്കാനില്ല. ഏത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഉത്തരം കറക്റ്റ് കിട്ടണം. ഓക്കെ, 5ഉം 1ഉം ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് എടുത്ത് എഴുതിക്കോളൂ കേട്ടോ. ലെങ്ത് ഓഫ് സൈഡ്സ്, ലെങ്ത് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ നീളം. എടുത്തെഴുതട്ടോ, വശങ്ങളുടെ നീളം. ഞാൻ താഴത്തേക്ക് എഴുതാട്ടോ. ലെങ്ത് ഓഫ് സൈഡ്സ്, ലെങ്ത് ഓഫ് സൈഡ്സ് കൃത്യമായിട്ട് എഴുതേ. വശങ്ങളുടെ നീളം, വശങ്ങളുടെ നീളം. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? എത്രയാ കിട്ടുന്നത്? 5 സെന്റിമീറ്ററും അതേപോലെ തന്നെ 1 സെന്റിമീറ്ററും ആണ് നമുക്ക് ഉത്തരം വരേണ്ടത്. 5ഉം 1ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ 5 കിട്ടും, 5ഉം 1ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടും. പ്രശ്നം സോൾവ് ആയില്ലേ? കിട്ടിയോ? ആരാണോ ന്യൂഡിൽസ് വലിച്ചു കിട്ടിക്കുന്നത്? ഇയോണാണല്ലോ ഈശ്വര. കഴിഞ്ഞോ? ഇനി നമുക്ക് വരയ്ക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ വരയ്ക്കാൻ പോവാണ്. സാമുകളെ പിടി കിട്ടിയ പരിപാടി. കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടണം, ഗുണിച്ചു കഴിഞ്ഞാൽ 5 കിട്ടണം. അത് ഈ നമ്പേഴ്സ് എഴുതിക്കുക, 5ഉം 1ഉം. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി വരച്ചാലോ? റെഡി അല്ലേ സാർ? നമുക്കപ്പോ ഒന്നിട്ട് തരാവോ? ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പോ 5 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും നീളവും വീതിയും വരുന്ന ഒരു റെക്ടാംഗിൾ വരയ്ക്കാം നമുക്ക്. സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തോ. സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടറും കൂടി വേണം. ഓക്കെ, വേഗം എടുത്തോപ്പോ. വേഗം ആയിക്കോട്ടെ കേട്ടോ. സ്കെയിൽ എടുത്തിട്ട് എത്രയാ നമ്മുടെ നീളം വരുന്നത്? 5 സെന്റിമീറ്റർ. ഇനി നേരെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിരിച്ചെടുത്താലും കുഴപ്പമില്ല. 1 സെന്റിമീറ്റർ ആദ്യം വരച്ചിട്ട് മുകളിലോട്ട് 5 സെന്റിമീറ്റർ എടുത്താലും നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാടാ. എങ്ങനെ വരച്ചാലും അതൊരു റെക്ടാംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം 5 സെന്റിമീറ്റർ വരച്ചോ. ആദ്യം 5 സെന്റിമീറ്റർ വരയ്ക്കുക. ഒരു സ്കെയില് എടുത്തിട്ട് 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിന് LM എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. 5 സെന്റിമീറ്റർ എന്ന് മെഷർമെന്റ് എഴുതുക.
വേഗം ആയിക്കോട്ടെ, സ്പീഡിൽ ചെയ്യണോട്ടോ. സാർ വരയ്ക്കാതിരിക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും പിടിക്കണോട്ടോ നമുക്ക്. അബൂബക്കറിന്റെ അറേഞ്ച്മെന്റ് എന്താണ് സാർ അങ്ങനെ ഇരിക്കുന്നേ? ആ അങ്ങനെയാണല്ലേ. ആ വരച്ചോ വരച്ചോ, പേടിക്കണ്ട. വരച്ചോ. 5 സെന്റിമീറ്റർ കഴിഞ്ഞെങ്കിലും ഒന്ന് ഡാറ്റ നീ. 5 സെന്റിമീറ്റർ ഒന്ന് കഴിഞ്ഞെങ്കിലും ഒന്ന് ഡാറ്റ നീ. ആ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? നമ്മളുടെ എൽ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടേ പൊട്രാക്ടറിന്റെ ഈ ഒരു കുഞ്ഞി പോയിന്റ് ആണ് വെക്കേണ്ടേട്ടോ. കുറച്ച് ആൾക്കാർ ഇന്നലെ നടുക്കൊണ്ട് വെച്ചു. അപ്പൊ എന്ത് ചെയ്യണം? എൽ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടേ പൊട്രാക്ടറിന്റെ ആ ഒരു മിഡ് പോയിന്റ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പൊക്കത്തോട്ട് നീട്ടി അങ്ങോട്ട് വരച്ചേടാ. പൊക്കത്തോട്ട് നീട്ടി 90 ഡിഗ്രിയിലാ വരണ്ടേ അല്ലെ? അപ്പൊ 90 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈനാ പോകുന്നേ, അങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കും. കാരണം റെക്ടാംഗിൾസിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ് വരുന്നത് അല്ലേ? ഇനി എമ്മിൽ നിന്ന് വരച്ചോളൂടാ. എല്ലിന്റെ കഴിഞ്ഞു എങ്കിൽ എമ്മിൽ നിന്ന് ഇതേപോലെ തന്നെ പൊട്രാക്ടർ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് വരയ്ക്കുക. ഹാരത്തെ തക്കടുക്കുട്ടാ കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. എന്റെ പണ്ട് കഴിഞ്ഞു മിസ്സേ, ഞാൻ സ്പീഡാണ്. ഓക്കെ വരച്ചല്ലോ, ഇതേപോലെ വരയ്ക്കും. ഇനി എന്ത് ചെയ്യണം? ഈ മുകളിലോട്ട് പോയിരിക്കുന്ന വരയിൽ എത്ര സെന്റിമീറ്റർ എടുക്കണ്ടേടാ? ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എത്രയാ? കൈകൊണ്ട് കാണിച്ചേ. എത്രയാ? ആ 1 സെന്റിമീറ്റർ വരണ്ടേ അല്ലെ? 5 ഒന്നും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ഈ പോയിരിക്കുന്ന വരയില് ഒരു 1 സെന്റിമീറ്റർ താഴ്ത്തുകൊണ്ട് മാർക്ക് ചെയ്തേ. കുഞ്ഞതാ, ഭയങ്കര കുഞ്ഞൊരു റെക്ടാങ്കിൾ നമുക്ക് കിട്ടാൻ പോകുന്നേ. കണ്ടോ 1 സെന്റിമീറ്റർ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നുണ്ടോ? അതുപോലെ വേഗം വരച്ചോ. 1 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തോ. 1 സെന്റിമീറ്റർ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. എന്ത് ചെയ്യണം? എന്നിട്ട് സ്കെയില് വീണ്ടും അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അടുത്തതിന്ന് എമ്മീന്ന് മുകളിലോട്ട് പോയിരിക്കുന്ന വരയിൽ അടുത്ത 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. കിട്ടുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണോ? ശ്രദ്ധിച്ചു വരയ്ക്കാം, തെറ്റിച്ചു കളയല്ലേ കേട്ടോ. ആമിയക്ക് കിട്ടുന്നില്ലേ? ആമിയ എന്നാണോ? അൻവിയോ? യെസ്, അൻവിയക്ക് കിട്ടിയോ? ആ കിട്ടിയില്ലോ. ഒന്ന് അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തത്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എന്താ പറ്റി? എന്താ പറ്റി? അത് ശരി, എവിടെ പോയി കേറുന്നു? അപ്പോ വേഗം വരച്ചോട്ടാ, പറഞ്ഞു തരില്ല. ഓക്കെ ഫൈവ് സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. LMNO 4 പോയിന്റ്സിനും പേരൊക്കെ കൊടുത്തു. ഇനി ഇപ്പുറത്തെ ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ആ പോയിരിക്കുന്ന മുകളിലോട്ട് പോയിരിക്കുന്ന പോയിന്റ് മായ്ച്ചു കളഞ്ഞോ. 2 വരകളും മായ്ച്ചു കളയാം കേട്ടോ, പൊക്കത്തോട്ട് പോയിരിക്കുന്ന. ഓക്കെ കിട്ടിയോ? ഒരു കുഞ്ഞിനല്ലേ, ഒരു കുഞ്ഞി കഷ്ടം പോലെ ഇരിക്കുന്നത്. ഒന്ന് കാണിച്ചു തരോ എല്ലാവരും വരച്ചത്? ഒന്ന് സ്ക്രീനിലേക്ക് കാണിക്കാവോ? നമ്മുടെ കുഞ്ഞൻ റെക്ടാങ്കിൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എല്ലാവരുടെയും. 5 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എല്ലാവരും വരച്ചോ നോക്കട്ടെ. നമ്മുടെ യാഷിനയുടെ കാണുന്നില്ലല്ലോ. ഓനെ ഇവിടെ റെക്ടാങ്കിൾ എവിടെയാണ്? അപ്പുറത്തെ പേജ്. എടാ ഇങ്ങോട്ട് നീക്കി പിടിക്കണം. ഓക്കെ ഇപ്പൊ കണ്ടു. ഇഷാനെ കൊള്ളാം. സാമുവലിന്റെ നോക്കട്ടെ. ഓക്കെ ഫൈൻ. എല്ലാവരും കാണിക്കണം കേട്ടോ. കുറച്ചു പേരുടെ കാണുന്നുണ്ട്. അഗസ്ത്യ മുനിയുടെ എവിടെ? ബാറ്റ്മാന്റെ പിന്നിലേക്ക് ഇട്ട് വന്നിട്ടില്ല സാറേ. എന്താണ് അവിടെ ഒരു സംസാരം? സംസാരിക്കാറുണ്ട്, വരയ്ക്കട്ടോ. വരച്ചിട്ടുണ്ട് അവൻ, കുഴപ്പമില്ല. ഓക്കേടാ. എടാ മുകളിലോട്ട് മായ്ക്കാത്തവരൊന്ന് മായ്ച്ചു കളഞ്ഞോളൂ കേട്ടോ. കുറച്ച് ആൾക്കാരുടെ മുകളിലോട്ട് വീണ്ടും വര കിടക്കുന്നുണ്ട്, മായ്ച്ചു കളയൂ കേട്ടോ. ഓക്കെ താഴ്ത്തി വെച്ചോ, ബുക്ക് താഴ്ത്തി വെച്ചോ. കിട്ടിയില്ലേ? പ്രശ്നമില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മളത് വരച്ചു പോകേണ്ടത്. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വരയ്ക്കണം കേട്ടോ, കാരണം അത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അത് വരച്ചിട്ട് വരണ്ടായിരുന്നു. ഓക്കെ കഴിഞ്ഞല്ലോ. ക്ലിയർ അല്ലേ കാര്യങ്ങള്? ഒന്ന് എഴുന്നേറ്റുന്നേ എല്ലാവരും. ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും എഴുന്നേറ്റുന്നേ, എല്ലാവരും എഴുന്നേറ്റുന്നേ. എഴുതി ഒട്ടിച്ചിരിക്കുന്നതാണോ മോൻ? എന്താ സംഭവം? എന്തത്? അല്ല മറ്റേതാണല്ലേ. ഇതിപ്പോ എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ ഓഫീസിലാണ്. അമ്മ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നേ? അത് ശരി, അതാണ് സംഭവം. ഓക്കെ യെസ്.
അടിപൊളി. ആദ്യമായിട്ടാണ് നമ്മുടെ ലോകം അപ്പുറത്ത് വരെ കിട്ടുന്നത് അല്ലേ? കൊള്ളാം സാർ, ഒന്ന് മാറ്റിക്കോട്ടെ ഞാൻ. ഓക്കെ, യെസ്, മാറ്റിത്തരാം. നമുക്ക് അടുത്ത് ചെയ്യാം. അഞ്ചാമത്തെ ചെയ്യാം. നാലാമത്തെ നമ്മളിപ്പോ ചെയ്ത്, അഞ്ചാമത്തെ ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യാം എല്ലാവരും. ഞാൻ ഒരു ക്ലൂ തരാം, സ്വന്തമായിട്ട് ചെയ്യോ? ആൻഡ്രിയ റോസേ തലക്ക് വെച്ചോണ്ടിരിക്കല്ലേ? കൈമാറ്റ്. ആ ഓക്കെ, ഇട്ടരാവോ സാർ? വന്നിട്ടില്ല. നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് എല്ലാവരും ചെയ്തു നോക്കണം. ഞാനൊന്ന് സഹായിക്കാം, പക്ഷെ നിങ്ങളാണ് അതിന്റെ ആൻസർ പറയേണ്ടത്. ഓക്കെ, ബ്രേക്കാ വിനായക? ബ്രേക്കിന് സമയമായിട്ടില്ലല്ലോ. കാര്യം ബ്രേക്കിന് സമയമല്ലേ? ഇന്ന് കുറച്ച് വൈകിയേ തരുള്ളൂ. അതെ, ഇന്ന് സർപ്രൈസാ. ഇന്ന് എക്സാം ഇല്ലല്ലോ. എക്സാം ഇല്ലെന്ന് അവർക്ക് അറിയാം സാർ. ഇന്ന് എക്സാം ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തരുള്ളൂ കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നമ്മളുടെ ഇവിടുത്തെ ഏരിയ എത്രയാണ്? 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. പെരിമീറ്റർ എത്രയാണോ? 12 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഉടനെ തന്നെ അതിന്റെ അടുത്ത് അതിന്റെ ഇക്വേഷൻ കൂടി ഒന്ന് എഴുതണം. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, പറഞ്ഞെഴുതിക്കുക എല്ലാവരും. W×H എഴുതുന്നതിനോടൊപ്പം പറഞ്ഞു പോ, എന്നാലേ നമുക്ക് മനസ്സിലിരിക്കത്തുള്ളൂ. പിന്നെ അടുത്തതിൽ പെരിമീറ്ററിലാണെങ്കിലോ 2×W+H, അതും പറഞ്ഞെഴുതിക്കുക എല്ലാവരും. അഗസ്ത്യോ ടീഷർട്ട് കടിച്ചോണ്ടിരിക്കല്ലേ? ആ ഷാറായിട്ട് എഴുത്. ഏരിയയും പെരിമീറ്ററും വേഗം എഴുതുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓൾറെഡി അറിയാം W×H 8 ആണ്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. എപ്പോഴും അത് ചെയ്യണം കേട്ടോ. ഈ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ W×H ഉം W+H ഉം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ എഴുതിക്കോ. W×H = 8. അത് മാറ്റി എഴുതിക്കോളൂ. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? വേഗം കണ്ടുപിടിച്ചു ഞാൻ ചോദിക്കുന്ന ആള് പറയണം. ഓക്കെ, 2×W+H = 12. അങ്ങനെയാണെങ്കിൽ W+H ന്റെ ഉത്തരം നിങ്ങൾ പറയണം. വേഗം കണ്ടുപിടിച്ചോളൂ, ഞാൻ ചോദിക്കുന്ന ആള് പറയണം. × 2 അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് വേഗം പറയണം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻസർ എല്ലാത്തിലും സെയിം വരുന്നുണ്ട് അല്ലേ? അതിപ്പോ ലാഭായില്ലോ. വേഗം ആയിക്കോട്ടെ. ആരെ വിളിക്കണമെന്ന് സാർ ഒന്ന് നോക്കി വെച്ചോട്ടെ. സാർ റെഡി ആണെന്നാണ് സാർ പറയുന്നത്. എൻട്രിക്കേ കാലക്കരക്ക് താഴ്ത്തി വെച്ച് ഉഷാറായിട്ടിരുന്നേ. ആൻസർ കിട്ടിയോ? എൻട്രിക്കിനെ തന്നെ വിളിക്കാം. അങ്ങോട്ട് ചെയ്തോ. ഇപ്പൊ പേരൊക്കെ മാറ്റിയല്ലോ. മോനെ W+H എത്ര കിട്ടോ? കേക്കാൻ പറഞ്ഞോളൂ. എടൂട്ടാ ഇപ്പറക്ക നീ ആൻസർ പറ. അത് എനിക്ക് മനസ്സിലായി, റേഞ്ച് ചെയ്താണല്ലേ? ബാക്കിയുള്ളൊരു കളിയാക്കണ്ട നിന്നെ. പറ എടാ. × 2 ഇപ്പുറത്തോട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞേ. ഡിവൈഡ് ചെയ്യണം. എന്തിനെ എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം? നോ, തിരിച്ച് 12നെ 2 വെച്ചിട്ടാ ഡിവൈഡ് ചെയ്യണ്ട അല്ലെ? 12/2 ആ ചെയ്യണ്ടേ. എത്ര കിട്ടും? 12/2 എത്ര ആൻസർ? എടാ ചെയ്ത് നോക്കി പറയണം. 2ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 12? വേഗം പറ. രണ്ടാമത്തെയോ? അതെപ്പോ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിക്കണം അല്ലെ? എൻട്രിക്ക് ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പോകരുത്, ഇവിടെ ഉണ്ടാവണം. അടുത്ത വിളിക്കും സർ. തലേക്കാട്ടി പോകാനല്ല, ഇവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് വിളി വരും. അബൂബക്കർ പറഞ്ഞോ. 12/2 എത്രയാ? 6. ഓക്കേടാ, മിടുക്കൻ, സൂപ്പർ. യെസ്, അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാലോ. W+H = 6. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഊഴമാണ്. വേഗം കണ്ടുപിടിക്കുക. ഏതൊക്കെ സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 8ഉം കൂട്ടിയാൽ 6ഉം കിട്ടും എന്നുള്ളത് വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ഞങ്ങൾക്ക് മനസ്സിലായി സർ അല്ലെ? വേഗം ഒന്ന് കണ്ടുപിടിച്ചേ.
വേഗം കണ്ടുപിടിച്ചാൽ വേഗം ബ്രേക്ക് തരാം. ആരാദ്യം പറയും നോക്കട്ടെ. യെസ്, കൃഷ്ണാഞ്ജലിയാണ് ആദ്യം മെസ്സേജ് ചെയ്തിരിക്കുന്നത് അല്ലെ. കൃഷ്ണാഞ്ജലി അയച്ചു, ലിനസ് അയച്ചു. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ആ പോരട്ടെ, എല്ലാവരും അയച്ചേടാ. കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടണം. അത് ഏത് സംഖ്യകളാടാ? പറയോ, ആര് പറയും? ഒന്ന് ടാറ്റ തരാമോ? ആര് പറയും? ആർക്കാണ് ഇതിന്റെ ഉത്തരം പറയാനായിട്ട് ഇഷ്ടം? ആര് വിളിക്കാം സാർ? നമുക്ക് ടാറ്റ തന്നേടാ. കിട്ടിയ ആൾക്കാർക്ക് ടാറ്റ തരൂ, ഞാൻ ചോദിക്കാം. എവിടെ ടാറ്റ കാണുന്നില്ലല്ലോ. അതെ, അനുഗ്രഹിനെ വിളിക്കാം സാർ. അനുഗ്രഹത്തെ 2 കൈ ഇട്ടടിക്കുന്നുണ്ട്. എന്നെ വിളിക്കൂന്ന്. എടാ പറഞ്ഞോടാ, ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? 4ഉം 2ഉം. വെരി ഗുഡ്, സൂപ്പർ, മെഡിക്കി. യെസ്, കറക്റ്റ് ആടാ. എത്രയാടാ? 4ഉം 2ഉം ആണ് വരണ്ടേ. ഒന്ന് ചെയ്ത് നോക്കൂ. 4 × 2 ചെയ്താൽ നമുക്ക് 8 കിട്ടും അല്ലേടാ. 4 + 2 ചെയ്താൽ നമുക്ക് 6ഉം കിട്ടും. അത് കറക്റ്റ് ആയല്ലേ? യെസ്, വെരി ഗുഡ്. കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. ശ്രദ്ധിച്ചോളൂ. 4 × 2 ചെയ്താൽ 8 കിട്ടും, 4 + 2 ചെയ്താൽ 6ഉം കിട്ടും. ഓക്കെ അല്ലേ? പിടി കിട്ടിയ പരിപാടി. 8ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. 8നാണെങ്കിൽ 1 × 8 ചെയ്താൽ 8 കിട്ടും, 4 × 2 ചെയ്താലും 8 കിട്ടും. വേറൊന്നുമില്ല അതിനകത്ത്. 4 × 2 ഇതുങ്ങൾ തമ്മിൽ കൂട്ടിയാലേ നമുക്ക് 6 കിട്ടുള്ളൂ. 8 ഒന്നുകൂടി കൂട്ടിയാൽ 6 അല്ല 9 അല്ലേ കിട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ 4ഉം 2ഉം ആണ് നമ്മുടെ ആൻസർ വരിക. പിടി കിട്ടിയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് താഴത്തോട്ട് എടുത്ത് എഴുതാം. വേഗം എടുത്ത് എഴുതിക്കോ. ലെങ്ത് ഓഫ് സൈഡ്സ് എഴുതട്ടോ. ലെങ്ത് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ നീളം എഴുതട്ടോ. വശങ്ങളുടെ നീളം എഴുതിക്കോ. എത്രയൊക്കെയാണ്? 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. കറക്റ്റ് ആയിട്ട് എഴുത്. 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 6 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8ഉം കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 8ഉം കിട്ടും. ക്ലിയർ ആണോ? ജുവൽ എന്താണ് ജ്യൂസാ കുടിക്കുന്നേ? എന്താ കുടിക്കുന്നുണ്ടല്ലോ? സ്ട്രോ കിട്ട്? ഇല്ല, വെള്ളം. അതെ, H2. ഓക്കെ, എടാ കിട്ടിയില്ലേ? 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ കിട്ടിയെന്ന്. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഈ കാര്യം? മിന്നോ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആയോ? നേരത്തെ എന്തോ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആയല്ലേ? ഓക്കെ. ആയുഷിന് കിട്ടിയോ? ആയുഷ് കെ മനീഷ് ഓനെ കിട്ടിയോടോ? കിട്ടിയിട്ടില്ലല്ലോ. ഒരു ഉറപ്പില്ലല്ലോ അവന് കിട്ടിയെന്നുള്ളതില്. വേഗം എഴുതിയെടുക്ക. 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? വരയ്ക്കാൻ സിമ്പിൾ അല്ലേ? പായോ നമുക്ക് വരയ്ക്കാം. അമോസ്, നിരഞ്ജൻ വേഗം വന്നേ. നമ്മൾ വരയ്ക്കാൻ പോവാം. ഓടി വായോ. ഫൈഹ ഫാത്തിമ ഇവിടെ പോയിട്ട് വന്നില്ലേ? വേഗം വന്നിരുന്നേ. എടാ അപ്പൊ നമുക്ക് തുടങ്ങാടാ. 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും വശങ്ങൾക്ക് നീളം വരുന്ന ഒരു റെക്ടാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റെഡി? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യാം? നമ്മളുടെ പ്രൊട്രാക്ടറും അതേപോലെ തന്നെ സ്കെയിലും ഒക്കെ എടുത്തൊന്ന് റെഡി ആക്കി വെച്ചതിന് ശേഷം നമുക്ക് വരയ്ക്കാലോ. ഓക്കെ അല്ലേ? 4ഉം 2ഉം ആണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത് കേട്ടോ. 4ഉം 2ഉം. വേഗം തന്നെ 4 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കാവേ. അപ്പോ കളറ് നമുക്ക് മഞ്ഞ കളർ എടുക്കാം. വേഗം 4 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചോ. 4 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര ദേ വരച്ചു. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? പേര് കൊടുക്കാം. AB എന്ന് പേര് കൊടുക്കാം. 4 സെന്റിമീറ്റർ നമുക്ക് എന്ത് കൊടുക്കണം? മെഷർമെന്റും എഴുതണം. നിരഞ്ജൻ വരയ്ക്കുന്നില്ലേ? പനിയായിട്ട് കിടക്കുവാണോ മോനെ? അമോസേ എവിടെ പോയി? വേഗം വന്നിരുന്ന് വരച്ചു തുടങ്ങി, അല്ലെങ്കിൽ മിസ്സാവും. വേഗം വന്ന് വരച്ചേ. പ്രാർത്ഥന അങ്ങോട്ട് ഇരിക്കുക. കുറച്ച് ആൾക്കാർ ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത് ബ്രേക്ക് കഴിഞ്ഞിട്ട്. ഇനി എയിൽ കൊണ്ട് വെച്ചേടാ. എയിൽ കൊണ്ട് നമ്മുടെ പ്രൊട്രാക്ടർ വെക്കാം. മുകളിലേക്ക് 90 ഡിഗ്രി എടുക്കുക. സെയിം നമ്മൾ ചെയ്യുന്ന പരിപാടികളെല്ലാം ചെയ്തേടോ. എയിൽ കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ നീക്കി ബിയിലേക്ക് കൊണ്ടുവയ്ക്കുക. എ കഴിഞ്ഞാൽ നേരെ ബിയിൽ കൊണ്ടുവയ്ക്കുക. ബിയിൽ നിന്ന് പൊക്കത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ബിയിൽ നിന്ന് പൊക്കത്തോട്ട് വീണ്ടും 90 ഡിഗ്രി വരച്ചോടോ. 90 ഡിഗ്രി വരച്ചോളുക. ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് വരയ്ക്കാം. യെസ്. ഇനി എന്ത് ചെയ്യണം? ഈ പോയിട്ടുള്ള വര, മുകളിലോട്ട് പോയിട്ടുള്ള വരയിൽ എത്ര സെന്റിമീറ്റർ നമ്മൾ ഇനി എടുക്കേണ്ടേ? മുകളിലോട്ട് പോയിട്ടുള്ള വരയിൽ എത്ര സെന്റിമീറ്റർ എടുക്കണ്ടേ? കൈ കൊണ്ട് കാണിച്ചോ.
4 സെന്റിമീറ്ററും അതേപോലെ തന്നെ ഇസ്രാമറിയും പറയുന്നുണ്ട് സാറേ 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് അത് തന്നെ എടുക്കാം അല്ലെ. യെസ്, 2 സെന്റിമീറ്റർ ആണ് പൊക്കത്തോട് എടുക്കണ്ടേ അല്ലെ. അപ്പൊ വേഗം സ്കെയിൽ എടുത്ത് പൊക്കത്തോട്ട് വച്ചിട്ട് എയിന്റെ അവിടെ നിന്ന് മുകളിലോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് 2 സെന്റിമീറ്റർ എടുത്തോ. എയിന്റെ അവിടെ നിന്ന് മുകളിലോട്ട് 2 സെന്റിമീറ്റർ എടുത്തോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ 2 സെന്റിമീറ്റർ വരുന്നത്. അതേപോലെ തന്നെ അങ്ങോട്ട് നീക്കി വെക്കാം. 2 സെന്റിമീറ്റർ അപ്പുറത്തും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവരെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയടാ. ഫിഗർ കഴിഞ്ഞിരിക്കണു. യെസ്, ഇനി എന്ത് ചെയ്യാം? പേര് നമുക്ക് കംപ്ലീറ്റ് കൊടുത്ത് തീർക്കാം. ABCD എന്ന് കൊടുക്കാം. 4 സെന്റിമീറ്റർ കൊടുക്കുക. 2 സെന്റിമീറ്ററും അടയാളപ്പെടുത്തുക. എല്ലാവരും ചെയ്ത് കഴിയണം വേഗം. എന്നിട്ട് ആ വാലും തുമ്പും ഒക്കെ മായ്ച്ചു കളയുക. ഓക്കെ, വരയ്ക്കുന്നില്ലേ സാറവൻ? ആരായിരുന്നത്? ആയുഷ്. ആയുഷേ വരച്ചോ? കാണിച്ചേ നോക്കട്ടെ. ആ നേരത്തെ ഒന്ന് തൊട്ട് കാണിച്ച്. ഏതാ ഫിഗർ? ഏതാ? മുന്നോട്ട് കാണിച്ചേ. ഇങ്ങോട്ട് വന്നേ, മുന്നോട്ടേക്ക് കൊണ്ടുവന്നേ. അതെന്ത് പറയണത്? അത് കൈ കൊണ്ട് വരച്ചേക്കണല്ലേ. അപ്പുറത്തെ പേജില് കൃത്യമായിട്ട് അളവെടുത്ത് വരച്ചേ. നീ വരയ്ക്കുന്നത് കണ്ടില്ല. അതൊന്നും എനിക്കറിയാം നീ വരച്ചിട്ടില്ല എന്ന്. വേഗം അളവെടുത്ത് വരച്ചേ. ചുമ്മാ കൈ കൊണ്ട് വരയ്ക്കാന്ന് വെച്ചാ വേഗം ആവട്ടെ. കഴിഞ്ഞവരുന്ന് സ്ക്രീനിലോട്ട് കാണിച്ചോ. ബുക്ക് എടുത്ത് സ്ക്രീനിലോട്ട് കാണിച്ചോളൂ. അതെ, കുറച്ചൊരു ഷെയ്ഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വസുദേവേ കലക്കി. എല്ലാവരും കാണിക്കൂട്ടോ. സ്ക്രീനിലേക്ക് കാണിക്കാം. മെഷർമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. അടിപൊളി, സൂപ്പർ. പാർവതി വരച്ചില്ലേടാ? പാർവതി സിപി. യാദവ് കൃഷ്ണ വരച്ചില്ലേ? ബുക്ക് എവിടെ? ഓക്കെ സർ, അടുത്ത പേജ് ഒന്ന് കാണിക്കാവോ? ജോഹാൻ വരച്ചില്ലേ? ജോഹാൻ ജോബി കാണിക്കുമോനെ? ഓക്കെ. മിന്നാമിന്നി കളർ കൊടുത്തിട്ടുള്ള ഒരാള് ഖ്യാലനവരിയാണല്ലേ. കണ്ടാ മിന്നാമിന്നി കളർ. ഓക്കെ, യെസ്, താഴ്ത്തി വെച്ചോ. എല്ലാവരും അത്യാവശ്യം അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, എൻട്രിക്കിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് സാർ. എന്തായാലും ലാസ്റ്റ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സാർ ഒന്ന് മാറ്റിത്തരാവോ? 6ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, 6ാമത്തേല് ഇനി ഒരൊറ്റ കൊണ്ടുകൂടി കൂടെ കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ? നോക്കാം നമുക്കെന്നാ. റെഡി? യെസ്, 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. 12 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ വരുന്നത്. ചെയ്യാം. റെഡി ആണോ? ഓക്കെ, വായോ എന്നാ ചെയ്യാം. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ എപ്പോഴും റെഡി. ഏരിയ ഇസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ സ്ക്വയർ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതണം. ഓക്കെ, ഇനി ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. വിളിക്കാം സാർ നമുക്ക് ഒരാളെ. ഇയോണേ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞ മോനെ. ഇത്ര നേരം ചെയ്തിട്ട് ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഇയോൺ ലാസ്റ്റ് വെയിറ്റ് ചെയ്യണോട്ടോ. ഇവിടെ ഉണ്ടാവണം, പോയി കളയരുത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? അടുത്ത വിളിക്കും സർ. ഫഹദ് ഒന്ന് പറഞ്ഞേ. ഏരിയയുടെ ഇക്വേഷൻ പറ മോനെ. ഉറക്കെ പറഞ്ഞേ. അതാണ് അത്ര സൗണ്ട് ഉണ്ടവന്. മെഡിക്കൽ W/H കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ആളെ വിളിക്കാം സാർ. നമുക്ക് പെരിമീറ്റർ പറയാൻ. ആരാണ്? ജോഹാൻ പറഞ്ഞോ പെരിമീറ്ററിന്റെ ഇക്വേഷൻ. ഹലോ ജോഹാനെ പറഞ്ഞോ പെരിമീറ്ററിന്റെ ഇക്വേഷൻ. നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്നിപ്പോ നമ്മൾ 2 ക്വസ്റ്റ്യൻ എഴുതിയോലോ. മുന്നത്തെ നോക്കി പറ. മുന്നത്തെ 2 ക്വസ്റ്റ്യൻ എഴുതിയ കാര്യമുള്ള പെരിമീറ്ററിന്റെ ഇക്വേഷൻ വേഗം നോക്കി പറ.
എന്താണ് 2 into W plus H. കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലാസ് കഴിയുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ, 10 or 5 മിനിറ്റ് മുന്നേ എന്താണ് ചോദ്യം ചോദിക്കും ഞാൻ. അതായത് ഈ ഇക്വേഷൻ, ഏരിയയുടെയും പെരിമീറ്ററിന്റെ ഇക്വേഷൻ എല്ലാവരോടും ചോദിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കാരണം ഇന്ന് എക്സാമിലല്ലോ, നമുക്ക് എല്ലാവരും ചോദിക്കാം അല്ലെ സർ, പഠിക്കണില്ല ഇവര്. ഓക്കെ, അപ്പൊ ഏരിയയും പെരിമീറ്ററും കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യാം, നമ്മളുടെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്കിനി. ഓക്കെ, വായോ, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഏരിയ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ W into H 9 ആണ്. അവിടെ കിടക്കട്ടെ. ഇനി W plus H കണ്ടുപിടിക്കണ്ടേ? അതിന് വേണ്ടി നമുക്ക് ഇവിടെ ആളുണ്ടല്ലോ. 2 into W plus H ആണ് എത്ര? 12 എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ അതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. W plus H മാത്രം കണ്ടുപിടിക്കാൻ into 2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോ ഡിവൈഡഡ് ബൈ 2 ആകുന്നു. 12 divided by 2. അപ്പോ W plus H ന്റെ ആൻസർ എത്ര കിട്ടേണ്ടത്? 6 കിട്ടുന്നു. ഇതേ നോക്കിക്കോ. W plus H കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടണം, ഗുണിക്കുമ്പോൾ 9 കിട്ടണം. സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സാ. കാരണം ഒരൊറ്റ പേരിലേക്ക് ഗുണിക്കുമ്പോൾ 9 കിട്ടുള്ളൂ. അത് ഏതാണോ? യെസ്, വെരി ഗുഡ് ജസ്രീൽ. ജസ്രീൽ ആണോ ആദ്യം അയച്ചത് സർ? ആണെന്ന് തോന്നുന്നു. ഓക്കെ, യെസ് മക്കളെ, ഏതാണോ വരേണ്ടത്? ഗുണിക്കുമ്പോൾ 9 കിട്ടണം, കൂട്ടുമ്പോൾ 6 കിട്ടണം. അത് ഏത് സംഖ്യയാണത്? വിളിക്കാം സർ. ആരാണ്? നമുക്ക് ജാൻവി എന്ന് പറഞ്ഞോളൂ. ഡാര നമുക്ക് അടുത്ത് വിളിക്കാം. വെരി ഗുഡ് മിടുക്കി. 3 ആണ് നമ്പേഴ്സ് വരുന്നത് അല്ലെ? അടിപൊളി, സൂപ്പർ. യെസ്, അപ്പൊ നമുക്ക് എഴുതാലോ. 3 into 3 ചെയ്താൽ നമുക്ക് 9 കിട്ടും. കൂടാതെ 3 plus 3 ചെയ്താൽ നമുക്ക് 6 കിട്ടും. നമ്പേഴ്സ് കിട്ടിയില്ലേ? നമ്പേഴ്സ് കിട്ടിയില്ലേ? ഓക്കെ ആണോ? പ്രാർത്ഥന എഴുതുന്നില്ലേ? എഴുതിയോ? ഓക്കെ, ഇനി അടുത്തേക്ക് നമുക്ക് എടുത്ത് എഴുതാടാ. ലെങ്ത് ഓഫ് സൈഡ്സ്. ലെങ്ത് ഓഫ് സൈഡ്സ് എഴുതിക്കോട്ടോ. ലെങ്ത് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ നീളം. വേഗം എഴുതിക്കോ. വശങ്ങളുടെ നീളം is equal to 3 centimeter 3 centimeter. അപ്പൊ ഇതൊരു റെക്ടാംഗിൾ ആണോ? ഇത് റെക്ടാംഗിൾ ആണോ? രണ്ട് വശങ്ങളും ഒരുപോലെ വന്നിരിക്കുന്നു. അപ്പൊ ഇത് റെക്ടാംഗിൾ അല്ല. ഡാരോടെ പിന്നെ ഇത് എന്തുവാ ഇത്? 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. റെക്ടാംഗിൾ അല്ല, പിന്നെ സ്ക്വയർ ആണ്. മിടുക്കൻ, സൂപ്പർ. യെസ്, സ്ക്വയർ, ഒരു സമചതുരമാണ് ഈ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചതുരമല്ല, സമചതുരമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വരയ്ക്കുന്നതൊക്കെ അതുപോലെ തന്നെയാണ്, പക്ഷേ റെക്ടാംഗിൾ മാറി സ്ക്വയർ ആയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് അയച്ചിട്ടുണ്ട്. നമുക്ക് എന്നാ വരയ്ക്കാം? റെഡിയാണോ? ധ്രുതിക ധ്രുവിക വരയ്ക്കുന്നില്ലേ? രണ്ടുപേരും അങ്ങോട്ട് നോക്കുന്ന വർത്താനത്തിലാണല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. തട്ടണോള് നീങ്ങരുതേ. രണ്ടുപേരും ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ക്ലാസ്സിനിടയിൽ വേറെ വേറെ വർത്താനത്തിന് പോവാണ് രണ്ടുപേരും കൂടി. കേട്ടല്ലോ? രണ്ടുപേരും ലാസ്റ്റ് വെയിറ്റ് ചെയ്യണം. അമ്മേനെ വിളിക്കണം കേട്ടോ. ലാസ്റ്റ് അമ്മോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഇവിടെ എനിക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ സ്ക്വയർ വരയ്ക്കാനുള്ള പരിപാടി നമുക്കറിയാലോ. ആദ്യം 3 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചോ. 3 സെന്റിമീറ്റർ നീളത്തിൽ വര വരയ്ക്കാം. നമ്മുടെ 90 ഡിഗ്രി രണ്ട് സൈഡിൽ നിന്ന് എടുക്കാം. ആ പോയിരിക്കുന്ന വരയിൽ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം, ഇപ്പുറത്തും അടയാളപ്പെടുത്താം. അവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. വേഗം വരച്ചിട്ടൊന്ന് കാണിച്ചേ. എല്ലാവരും കേട്ടോ. അഗസ്ത്യമുനി വേഗം വരയ്ക്ക്. ഇവിടെ ഫുഡടി മാത്രമേ നടക്കുന്നുള്ളൂ. വരയ്ക്കടാ. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് എനിക്ക് കാണിച്ചു തരണേ. സ്വന്തമായിട്ട് സ്ക്വയർ വരയ്ക്കാം, എന്നിട്ട് കാണിച്ചു തരണം.
ആ അസ്പര അടിപൊളി. നീലയും മഞ്ഞയും സൂപ്പർ. എടാ എല്ലാവരും വേഗം ചെയ്തേടാ, എല്ലാവരും വേഗം ചെയ്യട്ടോ. ഇതാ നമുക്ക് ചെയ്യാം. മൂന്നല്ലേടാ, അപ്പൊ 3 സെന്റിമീറ്റർ. നമുക്ക് നീല കളർ എടുക്കാടാ. ഇത്തവണ നീലയിൽ വരയ്ക്കാം. 3 എടുത്ത് വരയ്ക്കുന്നു. പ്രൊട്രാക്ടർ എടുക്കുന്നു. പേര് കൊടുക്കാം നമുക്ക്. PQ 3 സെന്റിമീറ്റർ. പ്രൊട്രാക്ടർ എടുക്കുന്നു. പിയിൽ കൊണ്ട് വെക്കുന്നു. പൊക്കത്തോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കുന്നു. പൊക്കത്തോട്ട് വരയ്ക്കുന്നു. ക്യൂവിൽ കൊണ്ടുവയ്ക്കാം. സെയിം പരിപാടി ക്യൂവിൽ നിന്നും പൊക്കത്തോട്ട് വരച്ചോടാ. വരയ്ക്കുന്നില്ലേ? ആ കഴിഞ്ഞു. വെരി ഗുഡ്. ധ്രുവിക എന്താ ആദ്യം പിക്ചർ കാണിക്കേണ്ടത്? വേഗം വരച്ചോട്ടോ. രണ്ടുപേരും എവിടെ ഇരുന്ന് ഉഴപ്പാണ്. നമുക്ക് ഡെയിലി ഇവരെ ഒന്ന് വിളിക്കണം കേട്ടോ സർ. എല്ലാ ക്ലാസ്സിലും ഒന്ന് വിളിക്കണേ. ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുത്ത്. യെസ്, കഴിഞ്ഞുല്ലോ. 3 സെന്റിമീറ്റർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം. ഓക്കെ, ലിനസൂട്ട അതെന്താണത് അതിന്റെ ഉള്ളില്? സ്ക്വയറിന്റെ ഉള്ളില് ഷെയ്ഡ് ചെയ്യാനായിട്ട് മടിയായതുകൊണ്ട് അത്രയും വരച്ചു വെച്ചാ. കൊള്ളാം, അടിപൊളി. ഓക്കെ, അബ്ബിക ഇതിനകത്ത് ഏതാണ് പ്രത്യേകം സ്ക്വയർ വരച്ചേക്കുന്നേ? ഒന്ന് തൊട്ട് കാണിക്കാവോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പിടിക്ക്. എല്ലാവരും പേരൊന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. PQRS 3 സെന്റിമീറ്റർ ആണ് എല്ലാ സ്ഥലത്തും വരേണ്ടത് കേട്ടോ. 3 സെന്റിമീറ്റർ ആണ് എല്ലാ സ്ഥലത്തും വരേണ്ടത്. ഓക്കെ, ധ്രുവീണെന്ന് വിളിക്കൂ സർ. കഴിഞ്ഞു രണ്ടുപേരുടെയും? ആ ഒന്ന് എടുക്കാവൂ സാർ, അവിടെ മാത്രം. ഒന്ന് മുന്നോട്ടേക്ക് കാണിച്ചോളൂ. 3 സെന്റിമീറ്റർ. മറ്റേ ആളുടെ കഴിഞ്ഞോടാ? വിളിച്ചേ, മറ്റേ ആളെ വിളിച്ചേ. കഴിഞ്ഞോ? ഓക്കെ, കണ്ടുട്ടോ. ബാക്കിയുള്ളവർ താഴ്ത്തി വെച്ചോളൂ. കൊള്ളാം, അടിപൊളി. ആ പേരും കൂടി കൊടുക്കൂട്ടാണോ? PQRS. ഓക്കെ സർ, മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മളുടെ വരയ്ക്കുന്ന പരിപാടി കഴിഞ്ഞൂടാവും. വരയ്ക്കുന്ന പരിപാടികൾ ദേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നിസല എന്തു പറ്റിയടാ? ഇനിയും വരയ്ക്കണോ? വരയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഓക്കെ, അഗസ്ത്യൂന് എന്താണത്? എന്തോ കോരി കുടിക്കണ്ടല്ലോ ക്ലാസ്സിൽ നിന്ന്. കുടിച്ചോ. പോകട്ടെ സർ, ബാക്ക്. യെസ്, നമ്മളുടെ ആ ഒരു പേജിലെ ഇല്ലസ്ട്രേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പരിപാടിയിലേക്കാണ് കിടക്കേണ്ടത്. എന്താണ്? അടുത്ത ഒരു പോർഷനിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് നേരത്തെ എന്താണ് സംഘഗാനം സിംഗിൾ ആയി പാടാമെന്ന് ഒരാൾ പറഞ്ഞിരുന്നല്ലോ സർ. ആരായിരുന്നു അത്? പേര് പറഞ്ഞില്ല സർ. അനുഷ്ക ഗാംഗുലി. വിളിച്ചോ. പാടാം. എന്താണ്? ഏതന്റെ ഫ്രണ്ട് ആണല്ലോ. ഡാരോൺ എല്ലാവരുടെ ഫ്രണ്ട് ആണോ? എന്തൊക്കെയാ പറയുന്നേ? ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി, സൂപ്പർ. നമ്മളിപ്പോ കുറച്ച് ദിവസമായല്ലോ, നമുക്ക് ഇന്ന് എക്സാം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടികളെല്ലാം നടത്താനായിട്ട് പറ്റിയട്ടോ. ഓക്കെ, ഫാൻസ് തന്നെയല്ലേ. വിനായകനൊക്കെ അയക്കുന്നുണ്ട് മെസ്സേജ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് കടന്നാലോ? എന്നാ അടുത്ത ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ അടുത്ത പോർഷനിലേക്ക് കിടക്കാം. സം അതർ ഷേപ്സ് എന്ന് പറയുന്ന അടുത്ത പോർഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, റെഡി ആണോ? പാട്ടൊക്കെ കഴിഞ്ഞ കുറച്ച് ആൾക്കാർക്ക് മടിയായിട്ടോ. ഇനിയിപ്പോ പതുക്കെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പറ്റത്തില്ല. നമുക്കിനി 1/2 മണിക്കൂർ എക്സാമിൻ ഇല്ലാത്തത് കൊണ്ട് പോർഷൻസ് കയറ്റി നമ്മൾ പഠിപ്പിക്കും. നോക്കിക്കോ, സമ്മത ഷേപ്പ് അത്യാവശ്യം നല്ല എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂടാ. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഇവിടെ
ഒരു പ്രത്യേക ഷേപ്പ് തന്നിരിക്കുകയാണ്. റെക്ടാംഗിൾ ഉണ്ട്, 2 റെക്ടാംഗിൾസ് കൂടിയാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിന് മെഷർമെന്റ്സ് തന്നിട്ടില്ലേടാ, മെഷർമെന്റ്സ് ചുറ്റുമുള്ള മെഷർമെന്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുവാണ് ഈ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറയുവാണേ. അപ്പൊ ചുറ്റളവ് ഒന്ന് കണ്ടുപിടിച്ച് പറയോ എല്ലാവരും? ഇതിന്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേടാ. എല്ലാവരും ഇതിന്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. വേഗം ആവട്ടോ കേട്ടോ, വേഗം വേണേ. പെരിമീറ്റർ ചുറ്റളവ് സിമ്പിൾ ആണ് കണ്ടുപിടിക്കാനായിട്ട്. ചുറ്റുമുള്ള അളവല്ലേ, ചുറ്റുമുള്ള അളവ് അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ പോരെ, പെട്ടെന്ന് കിട്ടൂലേ? വേഗം ആയിക്കോട്ടെ, വേഗം കണ്ടുപിടിച്ചോ. വേഗം ചുറ്റുമുള്ള അളവുകൾ നമ്മൾ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വേഗം ആയിക്കോട്ടെ. ദേവനാഥേ, ദേവദത്താണല്ലേ? ആ, ദേവദത്തെ വേഗം കണ്ടുപിടിക്കോ. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ആള് പറയണേടാ ഈ പെരിമീറ്റർ എല്ലാ വശങ്ങളും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് താഴ്ത്തുനിന്ന് കൂട്ടി തുടങ്ങാവേ. 4, 2, 2, 3, 2, 5. വേഗം കൂട്ടിക്കോ, വേഗം കൂട്ടിക്കോ. യെസ്, 4 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 5. വേഗം വേഗം കൂട്ടി പറഞ്ഞോ, വേഗം കൂട്ടി പറയണേടാ. ആ, കുറച്ച് ആൾക്കാരത് എത്തിപ്പോയി ആൻസർ. ഞാൻ ചോദിക്കുന്ന ആള് പറയണേടാ, ചോദിക്കുന്ന ആള് പറയണം. ഹനൂന അതെടുത്ത് മാറ്റി വെച്ചേ. ആരെ വിളിക്കാം സാർ നമുക്ക്? OIC പറഞ്ഞു. 18. ആ, കറക്റ്റ് ആണ്, 18 സെന്റിമീറ്റർ. യെസ്, ഓക്കെ, വിടുക. OIC കിട്ടില്ല ഡാൻസർ ആണ് സർ അല്ലെ? പണ്ടൊക്കെ അവന്റെ എപ്പോഴും ഡാൻസ് കളിക്കുമായിരുന്നു. എന്താണ് അധികം എന്തോ പറയാനുണ്ട് സർ? ആ, പറഞ്ഞോ. കുറച്ച് പടങ്ങൾ വെച്ചിട്ടുണ്ടോ? ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, ലാസ്റ്റ് കാണിച്ചു തന്നാ മതി. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ, സോറി, കാണിച്ചു തന്നാ മതി. ഓക്കെ, യെസ്, 18 സെന്റിമീറ്റർ ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് കേട്ടോ. ഈ പറയുന്ന എല്ലാ വശങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 സെന്റിമീറ്റർ കിട്ടും. അപ്പോ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് സാധിച്ചു. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം നോക്കിക്കേടാ. ഈ ഫിഗറിന് തന്നെ നമ്മൾ കളർ കൊടുത്തു, ഒരു ഓറഞ്ച് കളർ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ഏരിയയാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഏരിയയാണ് നമ്മളോട് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അന്തപ്പോയി പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ആന്റോണിയോ വേഗാവട്ടെ, ശ്രദ്ധിച്ചിരി. ആ, ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണോടാ. ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതേപോലെ ചെയ്യാൻ പറ്റുമോ? കൂട്ടാൻ പറ്റുമോ മൊത്തത്തില്? ഇല്ല, നമുക്ക് അത് പറ്റത്തില്ല. അതിന് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കേടാ. ഈ 2 റെക്ടാംഗിൾസ്, ഇത് 2 റെക്ടാംഗിൾസ് കൂടിയിരിക്കുന്ന ഫിഗർ ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ? കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? 2 റെക്ടാംഗിൾസ് കൂടിയാണ് ഈ ഒരു ഫിഗർ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണേ എന്നുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ ഇവന്മാർ എന്ത് ചെയ്യുന്നു? 2 റെക്ടാംഗിൾസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാണ്. നോക്കിക്കേ, അപ്പൊ ഈ താഴത്തുള്ളതാണ് നമ്മുടെ റെക്ടാംഗിൾ നമ്പർ 1. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? റെക്ടാംഗിൾ 1 എന്ന് പേര് കൊടുക്കുന്നു. പൊക്കത്തുള്ളത് എന്തായിരിക്കും? റെക്ടാംഗിൾ 2 ആയിരിക്കും. ഓക്കെ, റെക്ടാംഗിൾ 1ഉം റെക്ടാംഗിൾ 2. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ കഷ്ണങ്ങൾ ഒന്ന് പുറത്തോട്ട് എടുത്ത് വരയ്ക്കുവാണ്. ഈ കഷ്ണങ്ങൾ ഞാൻ ഒന്ന് പുറത്തോട്ട് മാറ്റി വരയ്ക്കുകയാണ് കേട്ടോ. റെക്ടാംഗിൾ 1 ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. റെക്ടാംഗിൾ 1 ആണ് ആദ്യം വരയ്ക്കുന്നത്. 1 എന്നത് നമ്പർ കൊടുക്കാം. ഇതിന്റെ താഴത്ത് എത്രയാണ് സെന്റിമീറ്റർ? താഴത്ത് ഇതിന് താഴത്തെ നീളം എത്രയാ? കൈ കൊണ്ടെന്ന് കാണിച്ചേ. ആ, 4 സെന്റിമീറ്റർ അല്ലെ? 4 സെന്റിമീറ്റർ ഞാൻ കൊടുത്തു. ഇതിന്റെ വീതി എത്രയാടാ? വീതി എത്രയാ വന്നേക്കട അപ്പുറത്ത്? അതും 4 സെന്റിമീറ്റർ ആണ് അല്ലെ? അതും 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോറി, 2 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എത്ര തന്നെ വരണോടെ? ഇവിടെ 4 സെന്റിമീറ്റർ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് വരണം. ഇപ്പുറത്ത് എത്ര വരണോടാ? 2 സെന്റിമീറ്റർ വരണം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ കണ്ടുപിടിച്ചൂടെ? പറ്റോ? വേഗം ഒന്ന് കണ്ടുപിടിച്ചപ്പോ ഏരിയ ഓഫ് റെക്ടാംഗിൾ 1. ഞാൻ ചോദിക്കുന്ന ആള് ഇതിന് ഉത്തരം പറയണം. റെക്ടാംഗിൾ 1, ചതുരം ഒന്നിന്റെ പരപ്പളവ്. വിളിക്കാം സാർ നമുക്ക്. നീരവ് അൺമ്യൂട്ട് ചെയ്തോ മോനെ. എങ്ങനെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം? നിരഞ്ജോയ് എവിടെ സാർ? ആളെവിടെ? ആ, ഗുഡ് ഈവനിങ്. മോനെ പറഞ്ഞോളൂ, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാടോ? ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. L into B. ഇവിടുത്തെ
നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തു. എൽ ഇൻറ്റു ബി കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. ഏതൊക്കെയാണ് വശങ്ങളുടെ നീളം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ 8 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഇനി നമുക്ക് സെക്കൻഡ് റെക്ടാംഗിൾ എടുക്കാം. റെക്ടാംഗിൾ നമ്പർ 2 ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുവാണേ, ഇപ്പുറത്തോട്ട് നീക്കി വരയ്ക്കുവാണ് റെക്ടാംഗിൾ നമ്പർ 2. ഇനി അതിന്റെ ഇവിടത്തെ വശം എത്രയാടാ? ഇവിടത്തെ വശം എത്രയായിട്ടിരിക്കുന്നേ? 3 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. നോക്കി, 3 സെന്റിമീറ്റർ കണ്ടോ? ഈ റെഡ് ഈ പോയിന്റർ ഓടുന്ന ആ സാധനം കണ്ടോ? 3 സെന്റിമീറ്റർ കിട്ടി. ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ ആയിരിക്കണ്ടേ? ഇനി ഇതിന്റെ അടുത്ത വശോ ഹൈറ്റ് 3 സെന്റിമീറ്റർ, വിട്ട് എത്രയാ? കൈകൊണ്ട് കാണിക്കുക. വിട്ട് എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലെ? 2 സെന്റിമീറ്റർ വിട്ടും കിട്ടി, താഴെയും 2 സെന്റിമീറ്റർ കിട്ടി. അപ്പോ ആ 2 എന്ന് പറയുന്ന റെക്ടാംഗിളിന്റെ ഏരിയ വേഗം കണ്ടുപിടിച്ചോ. ഏരിയ ഈസ് ഈക്വൽ ടു, വേഗം പറയണം കേട്ടോ. ഏരിയ ഈസ് ഈക്വൽ ടു വേഗം പറഞ്ഞു. വിളിക്കാം സാർ നമുക്കിപ്പോ. ഗംഗ പറഞ്ഞോ, എത്രയാണ് മോനെ കിട്ടാം? 3 into 2. യെസ്, 3 into 2. എത്രയാണ് 3 into 2 ന്റെ ആൻസർ? 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് അപ്പൊ എന്ത് കിട്ടുന്നത്? നമ്മളുടെ ഏരിയ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് 2 കഷ്ണങ്ങളുടെ ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മൊത്തം ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയ മുകളിൽ എഴുതണോട്ടാണോ? ടോട്ടൽ ഏരിയ, ആകെ പരപ്പളവ്. ഓക്കെ, ആകെ പരപ്പളവ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ആകെ പരപ്പളവ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 8 സെന്റിമീറ്ററും അതേപോലെ തന്നെ രണ്ടാമത്തെ 6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മൊത്തത്തിലുള്ളതിന്റെ കിട്ടുക. ഓക്കെ, ആദ്യത്തെ 8ഉം രണ്ടാമത്തെ 6ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടൂടെ? 8 + 6 എത്രയാ? എത്ര കിട്ടാ? ഏരിയ എത്ര കിട്ടാടോ? ഫിനിഷ് ആയി. വെരി ഗുഡ്. വിളിക്കാം സാർ നമുക്ക് അടുത്ത ആളെ. നൗഹർ പറഞ്ഞോ. 8 + 6 എത്രയാ മോനെ? ഉറങ്ങിയവൻ. 8 + 6 മുഹമ്മദ് നൗഹർ. എന്താണ്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഹലോ, എത്രയാ? എത്രയാ? അത് തന്നെ. 14. യെസ്, വെരി ഗുഡ്. 14 സെന്റിമീറ്റർ സ്ക്വയർ. ഉറങ്ങല്ലേ, ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, ഡാരോണെ ഇപ്പൊ ഇതൊക്കെ എഴുതണോന്നോ? പിന്നെ എപ്പോഴാ എഴുതാ ഇതൊക്കെ? നാളെയോ? എടാ എഴുതിയെടുക്കടാ. ഫൈഹ ഫാത്തിമ എഴുതി കഴിഞ്ഞോ? നോട്ടിലേക്ക് എഴുതണം. വേഗം എഴുതി കംപ്ലീറ്റ് ചെയ്തേ. റെക്ടാംഗിൾ 1 എന്നും റെക്ടാംഗിൾ 2 എന്നും പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തതിനു ശേഷമാണ് ഏരിയ കണ്ടുപിടിച്ചത്. അത് കൃത്യം നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ആദ്യം റെക്ടാംഗിൾ 1ന്റെ ഏരിയ കണ്ടുപിടിച്ചു. ലെങ്ത് 4ഉം അതേപോലെ ഹൈറ്റ് 2 ആണ്. അപ്പൊ 4 into 2 8 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി രണ്ടാമത്തത് ഇവിടെയാണ് നമ്മൾ 2ന്റെ പരിപാടി ചെയ്ത്. ഇതാണ് റെക്ടാംഗിൾ 2 എന്ന് പറയുന്നത്. അതിന്റെ ഹൈറ്റ് 3ഉം വിഡ്ത്ത് 2 ആണ്. അപ്പൊ 3 into 2 ചെയ്തപ്പോ 6 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി 6ഉം അതേപോലെ തന്നെ 8ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? 14 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, 14 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? യെസ്. ധൃതിക ലാസ്റ്റ് നിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഋത്വിക്കിനോട് എന്താ എൻട്രിക് അല്ലെ? എൻട്രിക്കിനോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയോ 3 പേരും ലാസ്റ്റ് നിക്കണം കേട്ടോ. എൻട്രിക് ഇല്ലേ സാർ? ഓക്കെ, സ്ലൈഡ് കാണിക്കാമെന്ന് ഉദ്ദേശിച്ച. കഴിഞ്ഞോ? മുന്നത്തെ പെരിമീറ്റർ എഴുതാത്ത ആൾക്കാർ വേഗം പെരിമീറ്റർ എഴുതിക്കോ. മുന്നത്തേന്റെ ചുറ്റുള്ള അളവ് ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് 4 + 2 + 2 + 3 + 2 + 5 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ഏരിയ വേഗം കംപ്ലീറ്റ് ചെയ്ത് എഴുതട്ടോ. വേഗം ഏരിയ കംപ്ലീറ്റ് ചെയ്ത് എഴുതാം. ആദ്യം 1ന്റെ കേസ് എഴുതാം, എന്നിട്ട് 2ന്റെ കേസ് എഴുതാം, എന്നിട്ട് ടോട്ടൽ എഴുതുക. ഓക്കെ,
ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്. അനുഷ്കരെ കറക്റ്റ് ആയിട്ട് പഠിക്കട്ടോ, അല്ലെങ്കിൽ ചുണ്ടരം കിട്ടി വരും. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യും. മറ്റേ തെയ്യോ അതല്ലേ, തെയ്യവും തകതാരവും തിത്തോ പാട്ടല്ലേ? ഓക്കെ ആണോ? കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കണം, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. നമ്മൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഹോംവർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചിട്ടില്ല, അപ്പൊ ഹോംവർക്ക് ചെയ്യാത്ത ആൾക്കാര് വരച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ കൃത്യമായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. എക്സാം എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? പിന്നെ സമ്മദർ ഷേപ്സിൽ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ആ തുടക്കത്തിലെ ഒരു ഷേപ്പ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലെ. ഇതിന്റെ പെരിമീറ്ററും അതേപോലെ തന്നെ ഏരിയയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കും ഇതേപോലെ അടുത്ത പേജിലെ ഷേപ്സ് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, 123 പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും എടുക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? പിന്നെ ഈ ആഴ്ച ഇനി മാത്സ് ഉണ്ടാവില്ല കേട്ടോ.